സംഭവബഹുലമായിട്ടുള്ള പോരാട്ടങ്ങൾ കുരുക്ഷേത്ര ഭൂമി കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷം അശ്വത്ഥാമാവിൻ്റെ അസ്ത്രത്തെ ഘടോൽകചൻ്റെ അസ്ത്രം മുറിച്ചിടുന്നു. എന്നാൽ പിന്നീട് ഇറങ്ങിയേറിയത് ഗംഭീരമായിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു. അശ്വത്ഥാമാവ് എന്താണെന്ന് കുരുക്ഷേത്ര ഭൂമി തിരിച്ചറിഞ്ഞ നിമിഷം. അത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും വേണ്ടത്ര നമ്മൾ ഈ ഒരു കഥാപാത്രത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്ന്. നമുക്ക് നോക്കാം കുരുക്ഷേത്രം എന്ന ഈ സീരീസിൻ്റെ 28ാമത്തെ എപ്പിസോഡിൽ. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. ക്രോധത്തോടുകൂടി ഘടോൽകചൻ അശ്വത്ഥാമാവിന് നേരെ ഒരു അസ്ത്രം അയച്ചു. ആ അസ്ത്രം അശ്വത്ഥാമാവിൻ്റെ ദേഹം പിളർന്ന് ഭൂമിയിലേക്ക് പോയി തറച്ചഞ്ഞിരുന്നു. അശ്വത്ഥാമാവ് മുഖത്തൊരു വികാരമാറ്റവുമില്ലാതെ തൻ്റെ തോളൊന്ന് ശരിപ്പെടുത്തിയതിനു ശേഷം വില്ലുയർത്തി 10 അസ്ത്രങ്ങൾ അതിവേഗത്തിൽ ഘടോൽകചന് നേരെ അയച്ചു. ആ അസ്ത്രങ്ങൾ ഘടോൽകചൻ്റെ ദേഹത്തേക്ക് വന്ന് തറച്ചു. ക്രോധത്തിൽ ഘടോൽകചൻ തൻ്റെ മുഷ്ടികൾ കൂട്ടിമുട്ടിച്ചതിന് ശേഷം തൻ്റെ രഥത്തിൽ നിന്ന് ഭീമാകാരമായ ഒരു ചക്രമെടുത്തു. ആ ചക്രത്തിൽ 1000 തലകളായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് 1000 മൂർച്ചയുള്ള അരങ്ങളുണ്ട്. ആ ചക്രം ഘടോൽകചൻ ആകാശത്തേക്ക് ചാടി പൊങ്ങി കറക്കി ദ്രൗണിക്ക് നേരെ എറിഞ്ഞു. എല്ലാവരും ഭയന്നുകൊണ്ട് ആ കാഴ്ച നോക്കി. ഉടനെ തന്നെ ദ്രൗണിയുടെ പുറക്കെ നിന്നുകൊണ്ടിരുന്ന പടകളെല്ലാവരും ഒരു അത്ഭുതകരമായ കാഴ്ച കണ്ടു. ആ ചക്രം അശ്വത്ഥാമാവിൻ്റെ രഥത്തെ ലക്ഷ്യമാക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അശ്വത്ഥാമാവിൻ്റെ രഥത്തിന് പിന്നിൽ നിന്ന ആളുകൾ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. അശ്വത്ഥാമാവ് തൻ്റെ വില്ലുയർത്തി ഒന്നിനു പിന്നാലെ ഒന്നായി ശരങ്ങൾ അയച്ചുകൊണ്ട് ഈ ഒരു ചക്രത്തിനെ 1000 കഷ്ണങ്ങളായിട്ട് അങ്ങ് മുറിച്ചു കളഞ്ഞു. അത് ഏകദേശം അശ്വത്ഥാമാവിൻ്റെ രഥത്തിന് മുകളിലായി ഈ ചക്രങ്ങൾ പൊടിഞ്ഞ് സ്വർണം കൊണ്ടുള്ള മിന്നാമിനുകളുണ്ട് ആ രഥത്തിൽ ഒരു അഭിഷേകം ചെയ്തത് കണക്കായി. അങ്ങനെ അശ്വത്ഥാമാവ് മുറിച്ചിട്ടു. എന്നിട്ട് അശ്വത്ഥാമാവ് എന്തിനും തയ്യാറായി നിന്ന സമയത്ത് അശ്വത്ഥാമാവിന് നേരെ ശരവർഷം നടത്തി ഘടോൽകചൻ. അങ്ങനെ ഭീമരൂപിയായി നിന്നുകൊണ്ട് ഘടോൽകചൻ അശ്വത്ഥാമാവിന് നേരെ ശരവർഷം അയച്ചു. ആ ശരവർഷം അശ്വത്ഥാമാവിൻ്റെ രഥത്തിനടുത്തേക്ക് എത്തുന്നതിന് മുൻപായിട്ട് അശ്വത്ഥാമാവ് വില്ലുയർത്തുന്നതും കണ്ടു. ഈ അസ്ത്രങ്ങളെല്ലാം തവിടുപൊടിയാകുന്നതും കണ്ടു. ഘടോൽകചൻ അയച്ച അസ്ത്രങ്ങളെല്ലാം തവിടുപൊടിയായി നാനാദിശയിലേക്ക് ഇങ്ങനെ തെറിച്ചു പോയപ്പോൾ അവിടെ ചന്ദ്രൻ്റെ നിലാവിൻ്റെ വെളിച്ചത്തിൽ തൻ്റെ നെറ്റിയിലുള്ള രത്നവും തിളങ്ങിക്കൊണ്ട് അശ്വത്ഥാമാവ് അവിടെ ശാന്ത ഗംഭീരനായി ഇങ്ങനെ നിൽക്കുന്ന നിപ്പാണ് ഘടോൽകചൻ കണ്ടത്. അത് ഘടോൽകചൻ്റെ മകനായ അഞ്ജനപർവന് സഹിച്ചില്ല. അതായത് ഭീമസേനൻ്റെ ചെറുമകൻ അഞ്ജനപർവൻ ഉടനെ അശ്വത്ഥാമാവിനെ കടന്നു കയറി ആക്രമിച്ചു. എന്നിട്ട് അശ്വത്ഥാമാവിന് നേരെ അഞ്ജനപർവൻ ഒരു ശരവർഷം നടത്തി. ഇപ്രാവശ്യം അശ്വത്ഥാമാവ് കീടെ അനങ്ങാതെ അവിടെ ഒരു നിപ്പങ്ങ് നിന്നു. ആ നിപ്പെന്ന് പറയുമ്പോൾ മേരുപർവ്വതത്തിന് മുകളിൽ മഴ പെയ്യുന്നത് പോലെയായിരുന്നു. ആ അസ്ത്രങ്ങളൊന്നും അശ്വത്ഥാമാവിനൊരു പോറൽ പോലും ഉണ്ടാക്കിയില്ല. ആ നിപ്പ് കണ്ട് കൗരവപക്ഷത്തിലുള്ള ആളുകൾക്ക് ധൈര്യം കൂടി. ഉടനെ തന്നെ അശ്വത്ഥാമാവ് തൻ്റെ വില്ലുയർത്തി അഞ്ജനപർവനെ ആക്രമിക്കാൻ തുടങ്ങി. എന്നിട്ട് അഞ്ജനപർവൻ്റെ രഥം തെളിക്കുന്ന 2 സാരഥികളെയും ആ രഥത്തിൻ്റെ മർമ്മഭാഗം തകർത്ത് ആ രഥം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കുകയും അഞ്ജനപർവൻ്റെ കൊടി മുറിക്കുകയും ചെയ്തു. ഉടനെ തന്നെ അഞ്ജനപർവൻ ഒരു വാളുമുറി പിടിച്ചുകൊണ്ട് അശ്വത്ഥാമാവിന് നേരെ ചാടാനൊരുങ്ങി. അശ്വത്ഥാമാവ് ക്ഷണനേരം കൊണ്ട് അസ്ത്രങ്ങൾ അയച്ച് ആ വാളിനെ പല കഷ്ണങ്ങളാക്കി മുറിച്ചു കളഞ്ഞു. ദേഷ്യം വന്ന അഞ്ജനപർവൻ തൻ്റെ അച്ഛൻ്റെയും അതുപോലെ തന്നെ അച്ഛൻ്റെയും ഒക്കെ ക്രോധം അഞ്ജനപർവന് വന്നു തുടങ്ങി. അഞ്ജനപർവൻ ഉടനെ ഭീമാകാരമായിട്ടുള്ളൊരു ഗദയെടുത്ത് കറക്കി അശ്വത്ഥാമാവിന് നേരെ അയച്ചു. അശ്വത്ഥാമാവ് 2 അസ്ത്രങ്ങൾ അയച്ച് ആ ഗദയെ നിലത്തേക്ക് വീഴ്ത്തി. ഇനി അഞ്ജനപർവന് ദേഷ്യം നിയന്ത്രണത്തിലില്ലാണ്ടായി. ക്രോധത്തോടുകൂടി അഞ്ജനപർവൻ രഥത്തിൽ നിന്ന് ആകാശത്തിലേക്ക് എടുത്തങ്ങ് ചാടി. അഞ്ജനപർവനെ ആകാശത്തിൽ കാണാണ്ടായി. അശ്വത്ഥാമാവ് നോക്കി നിൽക്കവേ ആകാശത്തിൽ നിന്നും മരങ്ങളിങ്ങനെ വീഴാനൊരുങ്ങി. അഞ്ജനപർവൻ്റെ മായാപ്രയോഗമാണ്. അശ്വത്ഥാമാവ് ഉടനെ തന്നെ തൻ്റെ അടുത്തേക്ക് വരുന്ന മരങ്ങളെ അസ്ത്രങ്ങൾ ചെയ്ത് പല ദിശയിലേക്ക് മുറിച്ചു കളഞ്ഞതിന് ശേഷം ആകാശത്ത് ഒരു ഭാഗത്തേക്ക് ഉന്നം പിടിച്ച് ഒരൊറ്റ അസ്ത്രം അയച്ചു. ആ അസ്ത്രം ആകാശത്തു നിന്ന് വരുന്ന മരങ്ങൾക്കിടയിൽ കൂടെ നേരെ ആകാശത്തേക്കങ്ങ് പോയി. പെട്ടെന്ന് ആ മരങ്ങൾ അവിടെ നിന്ന് ഇല്ലാണ്ടായി. അഞ്ജനപർവൻ ആകാശത്തു നിന്ന് വന്ന് തൻ്റെ രഥത്തിലേക്കങ്ങ് നിന്നു. പെട്ടെന്ന് അഞ്ജനപർവൻ പിറക്കോട്ടങ്ങ് വീഴുകയാണ് ചെയ്തത്. എല്ലാവരും നോക്കിയപ്പോൾ അശ്വത്ഥാമാവ് അയച്ച ആ അസ്ത്രം അഞ്ജനപർവൻ്റെ ഹൃദയത്തിൽ തറച്ചിരിക്കുന്നത് കണ്ടു. ആകാശത്ത് മായാപ്രയോഗം ചെയ്തുകൊണ്ടിരുന്ന അഞ്ജനപർവനെ ലക്ഷ്യം വെച്ച് അശ്വത്ഥാമാവ് ഒരു അസ്ത്രം അയച്ചു, വധിച്ച് നിലത്തിടുകയും ചെയ്തു. ഇത് കണ്ടുടനെ യുദ്ധഭൂമിയെ കിടിലം കൊള്ളിച്ചുകൊണ്ട് ഒരു അലർച്ച അവർ കേട്ടു. ആ അലർച്ച കേട്ട സ്ഥലത്തേക്ക് അശ്വത്ഥാമാവ് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും അവിടെ ഘടോൽകചനെയാണ് കണ്ടത്. ഘടോൽകചൻ അലറി വിളിച്ചുകൊണ്ട് അശ്വത്ഥാമാവിനോട് പറഞ്ഞു, അശ്വത്ഥാമാവേ, എൻ്റെ പുത്രനെയാണ് നീ വധിച്ചിരിക്കുന്നത്. ഇതിന് ഞാൻ നിന്നോട് പൊറുക്കുകയില്ല. ഇന്നിവരെല്ലാവരും നോക്കി നിൽക്കവേ ഞാൻ നിന്നെ വധിക്കുന്നതായിരിക്കും. നീ അടുത്ത സൂര്യോദയം കാണുകയില്ല അശ്വത്ഥാമാവേ എന്നും പറഞ്ഞ് ഘടോൽകചൻ അവിടെ നിന്ന് ഗർജിച്ചു. ഇത് കേട്ടപ്പോൾ അശ്വത്ഥാമാവ് ഒന്ന് ചിരിച്ചു. എന്നിട്ട് നമ്മൾ പല മോഡേൺ ഇൻ്റർപ്രിട്ടേഷൻസിലും കണ്ടിട്ടുള്ള അശ്വത്ഥാമാവിനെയല്ല ഇവിടെ ഇനി കാണാൻ പോകുന്നത്. അശ്വത്ഥാമാവ് എന്നിട്ട് പറയും, മോനെ, വേറെ ആരെങ്കിലുമായി പോരാട്, നീ ഞാനുമായി പോരാടല്ലേ, അത് ശരിയല്ല. കാരണം
ഒരച്ഛൻ മകനുമായി പോരാടുന്നത് അത്ര നല്ലൊരു കാര്യമല്ല എന്ന് അശ്വത്ഥാമാവ് പറഞ്ഞു. അതായത് ഭീമൻ്റെ മകനെ അശ്വത്ഥാമാവ് തൻ്റെ സ്വന്തം മകനായിട്ട് കണ്ടു. പാണ്ഡവരെ അശ്വത്ഥാമാവ് തൻ്റെ സ്വന്തം സഹോദരന്മാരായിട്ടാണ് കണ്ടിരുന്നതെന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അശ്വത്ഥാമാവ് കടോൽകച്ചനോട് പറഞ്ഞത് എങ്ങനെയാണ്? ഒരച്ഛൻ മകനോട് പോരാടുന്നത് പോലെയാണ് ഞാൻ നീയുമായിട്ട് പോരാടുന്നത്. അത് ശരിയല്ല. എനിക്ക് നിന്നോടൊരു ദേഷ്യവുമില്ല, ദേഷ്യം ഉണ്ടാവാനൊരു കാരണവുമില്ല. ഓർക്കുക, ദേഷ്യം വന്നാൽ നമുക്ക് നമ്മുടെ ആത്മാവിനെ തന്നെ നഷ്ടപ്പെടുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് വേറെ ആരെങ്കിലുമായിട്ട് നീ പോയി പോരാട് എന്ന് അശ്വത്ഥാമാവ് സ്നേഹത്തോടു കൂടി കടോൽകച്ചനോട് പറഞ്ഞു. കടോൽകച്ചൻ ഈ ഒരു സംസാരമല്ല അശ്വത്ഥാമാവിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ഉടനെ തന്നെ കടോൽകച്ചൻ അശ്വത്ഥാമാവിനോട് പറയും, അശ്വത്ഥാമാവെ, ഞാനൊരു സാധാരണ മനുഷ്യനാണെന്നാണോ വിചാരിച്ചേക്കുന്നത്? ഞാനൊരു സാധാരണ ജീവിയാണെന്നാണോ നീ വിചാരിച്ചേക്കുന്നത്? ഞാനൊരു സാധാരണ രാക്ഷസനാണെന്നാണോ നീ വിചാരിച്ചേക്കുന്നത്? എൻ്റെ അച്ഛൻ ആരാണെന്ന് നീ മറന്നുപോയോ? ഞാൻ ഭീമസേനൻ്റെ പുത്രനാണ്, ഞാൻ പാണ്ഡവരുടെ പുത്രനാണ്. അത് നീ മറക്കരുത്. എങ്ങനെയാണോ പാണ്ഡവർ യുദ്ധഭൂമിയിൽ നിന്ന് പിന്മാറാതെ നിൽക്കുന്നുവോ, അതുപോലെ ഞാനും യുദ്ധഭൂമിയിൽ നിന്ന് പിന്മാറുകയില്ല. എൻ്റെ വീര്യമിന് നീ കാണും. ഓർക്കുക, ശക്തിയുടെ കാര്യത്തിൽ ഞാൻ രാവണനെ സമമാണ്. ആ ഞാനുമായി പോരാടാൻ നീ തയ്യാറായിക്കൊള്ളൂ അശ്വത്ഥാമാവേ എന്ന് പറഞ്ഞു. കടോൽകച്ചൻ എന്നിട്ട് അശ്വത്ഥാമാവിന് നേരെ വീണ്ടും ഒരു ശരവർഷം നടത്തി. ആകാശത്തിലൂടെ കടോൽകച്ചൻ അയച്ച അസ്ത്രങ്ങളിങ്ങനെ പാഞ്ഞു പോകുന്നത് അവർക്ക് കാണാം. ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ, കാരണം രാത്രിയല്ലേ. ഉടനെ തന്നെ അശ്വത്ഥാമാവിൻ്റെ രഥത്തിൽ നിന്നും കുറേ അസ്ത്രങ്ങൾ ഇങ്ങനെ പോകുന്നു. ആകാശത്തിൽ മിന്നാമിനുങ്ങുകൾ തിളങ്ങുന്നത് പോലെ തോന്നുന്നു. ശബ്ദം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ആകാശത്തിൽ വെച്ച് കടോൽകജൻ്റെയും അശ്വത്ഥാമാവിൻ്റെയും ശരവർഷങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി ഉണ്ടാകുന്ന ഉരസലുകളായിരുന്നു ആ മിന്നാമിനുങ്ങളുടെ വിളിച്ചു വന്നു. അങ്ങനെ അസ്ത്രങ്ങളെല്ലാം പൊടിഞ്ഞ് നിലത്ത് വീണു. ക്രോധത്തോടുകൂടി കടോൽകച്ചൻ രഥത്തിൽ നിന്ന് ചാടി ഭൂമിയിലേക്ക് ചവിട്ടിയൊക്കെ നിന്നതിന് ശേഷം ഒരു മലയായിട്ട് ആ ഭൂമിയിലങ്ങ് നിന്നു. യുദ്ധഭൂമിയുടെ നടുക്ക് കടോൽകച്ചൻ ഒരു വലിയ മലയായിട്ട് മാറിയത് കണ്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. അശ്വത്ഥാമാവ് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ആ മലയിൽ നിന്ന് ഒരുപാട് മരങ്ങൾ വന്നു. എന്നിട്ട് ആ മലയിൽ നിന്നൊരു വെള്ളച്ചാട്ടം വരുന്നു. പക്ഷെ വെള്ളത്തിന് പകരം വാള്, കുന്തം, ഗദ അങ്ങനത്തെ ആയുധങ്ങളായിരുന്നു. ഈ ആയുധങ്ങൾ ഈ ഒരു മലയുടെ പല ദിശയിലേക്ക് ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ തെറിക്കാൻ തുടങ്ങിയ സമയത്ത് അശ്വത്ഥാമാവ് തൻ്റെ വില്ല് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു അസ്ത്രമെടുത്ത് ആ വില്ലിലേക്ക് വെച്ച് മന്ത്രം ജപിച്ചുകൊണ്ട് തൻ്റെ വില്ലിങ്ങനെ പിറക്കോട്ടേക്ക് വലിച്ചു. വില്ല് പിറക്കോട്ടേക്ക് വലിച്ചുടനെ തന്നെ അസ്ത്രത്തിന് രൂപമാറ്റം സംഭവിച്ച് അത് വജ്രത്തിൻ്റെ രൂപത്തിലുള്ളൊരു അസ്ത്രമായി. അശ്വത്ഥാമാവ് വജ്രായുധം പ്രയോഗിച്ചു. അശ്വത്ഥാമാവ് വജ്രായുധം എയ്തു. ആ വജ്രായുധം കടോൽകജൻ്റെ മായയിൽ നിന്ന് വന്നിട്ടുള്ള അസ്ത്രങ്ങളെ എല്ലാം തകർത്ത് ആ മലയും തകർത്തു. മലയിൽ നിന്ന് പുറത്തു വന്ന കടോൽകജൻ ഒരത്ഭുതത്തോടു കൂടി അശ്വത്ഥാമാവിനെ നോക്കി. ഈ അശ്വത്ഥാമാവിനും അർജുനനുമെല്ലാം എന്തോരം അസ്ത്രങ്ങൾ അറിയാമെന്ന് ആർക്കും അറിയത്തില്ല. ഒരുപക്ഷെ കുരുക്ഷേത്ര ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അസ്ത്രജ്ഞാനം ഉണ്ടായിരുന്ന ആളുകളായിരിക്കും ദ്രോണർ, അശ്വത്ഥാമാവ്, അർജുനൻ. ഈ അശ്വത്ഥാമാവിനും അർജുനനും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദ്രോണരിൽ നിന്ന് ഒരുപാട് രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവരെ പഠിച്ചെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവർ രണ്ടുപേരും അത്ര സൂപ്പറായിരുന്നു പഠിക്കുന്ന കാര്യത്തിൽ, പോരാട്ടത്തിലും അതെ. അങ്ങനെ അശ്വത്ഥാമാവിൻ്റെ ഈ ഒരു പ്രകടനം വജ്രം പ്രയോഗിച്ച കണ്ടുടനെ കടോൽകജന് ദേഷ്യമായിട്ട് കടോൽകജൻ ഒരു നീലമേഘമായി ആകാശത്തിലങ്ങ് നിറഞ്ഞു. അശ്വത്ഥാമാവിന് കാര്യം മനസ്സിലായി. പ്രതീക്ഷിച്ചപ്പോൾ തന്നെ ആ മേഘത്തിൽ നിന്ന് മഴ പെയ്യാനൊരുങ്ങി. പക്ഷെ വരുന്നത് വെള്ളത്തിൻ്റെ തുള്ളികളല്ല, വലിയ വലിയ പാറക്കഷ്ണങ്ങളാണ്. അശ്വത്ഥാമാവ് ഉടനെ തന്നെ ഒരസ്ത്രമെടുത്ത് മന്ത്രജപം നടത്തിയപ്പോൾ തൻ്റെ വില്ലിന് ചുറ്റും കൊടുങ്കാറ്റ് രൂപപ്പെട്ടു. വായവ്യമായിരുന്നു. ആ അസ്ത്രം എയ്തപ്പോഴത്തേക്കും തൻ്റെ വില്ലിൽ നിന്നൊരു കൊടുങ്കാറ്റ് കറങ്ങിപ്പൊങ്ങി ആ കാറ്റിനെയും ആ കല്ലിനെയും അവിടെ നിന്ന് തെറുപ്പിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും കടോൽകജൻ ചാടി തൻ്റെ രഥത്തിലേക്ക് വന്നങ്ങ് നിന്നു. അങ്ങനെ അശ്വത്ഥാമാവ് താൻ പ്രയോഗിച്ച മായകളെല്ലാം അശ്വത്ഥാമാവ് തകർത്ത് വിട്ടത് കണ്ടപ്പോഴത്തേക്കും കടോൽകജന് ദേഷ്യമായി. ഇനി ചെറിയ ആയുധങ്ങളൊന്നും പ്രയോഗിച്ചാൽ പോരാ. കടോൽകജൻ്റെ കയ്യിൽ മഹാദേവൻ നിർമ്മിച്ച ഒരു ആയുധമുണ്ട്. വജ്രം എന്ന ആ ആയുധത്തിൻ്റെ പേരും. ആ ആയുധത്തിൽ 8 ചക്രങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വജ്രം എന്ന് പറയുന്ന ആ ഒരു ആയുധം എടുത്തിട്ട് കടോൽകജൻ മന്ത്രജപം നടത്തിയിട്ട് നേരെ അശ്വത്ഥാമാവിന് നേരെ എയ്തെന്ന് വിട്ടു. ഈ ഒരു ആയുധം ഇങ്ങനെ ആകാശത്തേക്ക് പൊങ്ങി അശ്വത്ഥാമാവിൻ്റെ രഥത്തിലേക്ക് താഴ്ന്നു വന്ന ആ സമയത്ത് അശ്വത്ഥാമാവ് തൻ്റെ കയ്യിലുള്ള വില്ല് രഥത്തിലേക്ക് വെച്ചിട്ട് ആ രഥത്തിൽ നിന്ന് എടുത്ത് ഈ അസ്ത്രത്തിന് നേരെ എന്ന് ചാടി. വരുന്ന വജ്രമെന്ന ആയുധത്തിന് നേരെ എടുത്ത് ചാടി. ഈ സമയത്ത് ആ വജ്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അശ്വത്ഥാമാവ് ഇങ്ങനെ ചാടുന്നു. ആ സമയത്ത് ആകാശത്തു നിന്നൊരു ഇടിമിന്നലുണ്ടായി. ചുറ്റിനുമുണ്ടായിരുന്ന തകർന്നു കിടന്ന രഥങ്ങളെല്ലാം കത്തിച്ചു. ആ വെളിച്ചത്തിൽ എല്ലാവരും കണ്ടു അശ്വത്ഥാമാവോടെ തകർത്തിട്ടേക്കുന്ന രാക്ഷസപ്പടയെ. എന്നിട്ട് അശ്വത്ഥാമാവ് ചാടി പൊങ്ങിയിട്ട് സൈഡിലോട്ട് മാറി ഒരു കൈ കൊണ്ട് ഈ വലിയ വജ്രമെന്ന ആയുധത്തെ പിടിച്ച്
ചുഴറ്റി നിലത്തേക്ക് നിന്നതിന് ശേഷം ഈ ആയുധം അശ്വത്ഥാമാവ് നേരെ തിരിച്ച് കടോൽഗജൻ്റെ രഥത്തിന് നേരെ എറിഞ്ഞു. ഈ ആയുധം ഇങ്ങനെ വരുന്ന വരവ് കണ്ടപ്പോൾ തന്നെ കടോൽഗജൻ അറിയാം ശങ്കരൻ നിർമ്മിച്ച ആയുധമാണ്. അപ്പോൾ അത്രത്തോളം സംഹാര ശക്തിയുള്ളതാണ് ആയുധം. കടോൽഗജൻ തൻ്റെ രഥത്തിൽ നിന്നെടുത്ത് ചാടി ഈ ആയുധം വന്ന് ഈ രഥത്തിലേക്ക് കയറിയതും ആ രഥത്തിലൊരു വിസ്ഫോടനമുണ്ടായി. കടോൽഗജൻ്റെ ഭീമാകാരമായിട്ടുള്ള രഥം അങ്ങ് തകർന്നു. കടോൽഗജൻ എന്നിട്ട് തൻ്റെ സൈസ് വേണ്ട രീതിക്ക് ആക്കിയിട്ട് അവിടെ നിന്നിറങ്ങി ദൃഷ്ടദ്യുമ്നൻ്റെ രഥത്തിനകത്ത് കയറി. ഈ സമയത്ത് അശ്വത്ഥാമാവ് നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരു വല്ലാത്ത ശബ്ദം. ആ ഒരക്ഷൗഹിണി പട രാക്ഷസ സൈന്യം ഉണ്ടല്ലോ, ആ സൈന്യം അശ്വത്ഥാമാവിനെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അശ്വത്ഥാമാവിൻ്റെ അടുത്ത് ദുര്യോധനനുണ്ട്. മറ്റുള്ളവരെല്ലാവരും ദുര്യോധനനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി. ദുര്യോധനൻ്റെ കുറച്ച് സഹോദരന്മാരും ദുര്യോധനനും കുറച്ച് സൈന്യവും മാത്രമേ ഉള്ളൂ. ദ്രോണരും കൃപാചാര്യരും വേറെ എവിടെയോ കിടന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നു. കൃതവർമാവ് വേറെ എവിടെയോ കിടന്ന് പാണ്ഡവരെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ രാക്ഷസപ്പടയെന്ന് പറയുമ്പോൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള ആയുധങ്ങളൊക്കെ പിടിച്ച് ഭീമാകാരമായിട്ടുള്ള ആനപ്പുറത്തിരുന്ന് അത് ജീവികളുടെയൊക്കെ മുകളിലിരുന്നും ഒക്കെയാണ് ഇവർ വന്നുകൊണ്ടിരിക്കുന്നത്. പതുക്കെ ദുര്യോധനന് പരിഭ്രമമുണ്ടായി. ഉടനെ തന്നെ ഒരു ശബ്ദം, ദുര്യോധനൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെക്കാട്ടിയും മൂത്തവനും ആചാര്യൻ്റെ പുത്രനുമായിട്ടുള്ള അശ്വത്ഥാമാവായിരുന്നു അത്. അശ്വത്ഥാമാവ് പറഞ്ഞു, ഇവിടെ നിന്നൊരു അടി അങ്ങ് പുറക്കോട്ട് പോകാൻ പാടില്ല. ഞാൻ അവന്മാരെ നേരിടും, വേറൊരുത്തനും വേണ്ട. അങ്ങും അങ്ങയുടെ സഹോദരന്മാരും നോക്കി നിൽക്കവേ ഈ അശ്വത്ഥാമാവ് ആ വരുന്ന രാക്ഷസപ്പടയെ വീഴ്ത്തിയിരിക്കും. അങ്ങ് ഇവിടെ നിന്ന് അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. ഉടനെ ദുര്യോധനൻ പറഞ്ഞു, അങ്ങയുടെ വിശാല മനസ്കത കൊണ്ട് ഈ പറഞ്ഞതിൽ ഞാനൊരു അത്ഭുതവും കാണുന്നില്ല, പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഉടനെ ശകുനിയെ അടുത്തേക്ക് വിളിച്ചു. ശകുനിയെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ അർജുനൻ ഒരു കൂട്ടം രഥികളുമായി നിൽപ്പുണ്ട്. അമ്മാവൻ അങ്ങോട്ട് ഈ 60,000 ആനകളെയും കൊണ്ടുപോക്കോ. കൂടെ കർണനെയും നീലനെയും കൃപരെയും അതുപോലെ വൃഷസേനനെയും കൊണ്ടുപോക്കോ. അല്ലെങ്കിൽ വേണ്ട, വടക്ക് നിന്ന് വന്നിട്ടുള്ള സൈന്യത്തിനെയും എന്നിട്ട് ഒരു കൂട്ടം ആളുകളുടെ പേര് പറയുന്നുണ്ട്. ആ ആളുകളെയും കൂടെ 60,000 കാലാൽ പടയാളികളെയും കൂടെ കൂട്ടി അർജുനൻ്റെ നേരെ വിട്ടോ. അല്ലേ വേണ്ട, അർജുനനെ മാത്രമാക്കണ്ട. അമ്മാവനൊരു കാര്യം ചെയ്യും, ഭീമസേനനെയും നകുല സഹദേവന്മാരെയും യുധിഷ്ഠിരനെയും അങ്ങ് വധിച്ചേക്ക്. ഉടനെ ശകുനിയുടെ മുഖത്ത് മിക്കവാറും മനസ്സിൽ ശകുനി ചിന്തിച്ചു കാണും, പുല്ലിറക്കാൻ പറ്റുന്ന ലാഘവത്തോടു കൂടിയാണല്ലേ മോനെ നീ പോയി തീർത്തിട്ട് വരാൻ പറയുന്നത്. എന്നിട്ട് ദുര്യോധനൻ ഒരു കാര്യവും കൂടെ പറഞ്ഞു, അമ്മാവാ, എൻ്റെ പൂർണ്ണ വിശ്വാസം അമ്മാവനിലാണ്. ശകുനി, എന്തിനീ നേരെ അങ്ങോട്ടേക്ക് ചെന്നോ അമ്മാവാ, ഞാനിവിടെ ഗുരുപുത്രൻ ഇവിടെയുണ്ട് എൻ്റെ കാര്യം നോക്കാനായിട്ട്, അങ്ങ് അവിടെ പോയി തീർക്ക്. ശരി എന്നും പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ അർജുനൻ്റെ അടുത്തോട്ട് പോയി. അശ്വത്ഥാമാവ് എന്നിട്ട് അവിടെ നിന്നിട്ട് ആകാശത്തിലോട്ട് അസ്ത്രങ്ങൾ എയ്തു. ആ അസ്ത്രങ്ങളും മഴ പോലെ വന്ന് ചുറ്റിനുമുള്ള രാക്ഷസ സേനയുടെ മർമ്മഭാഗത്തോട്ട് കയറിക്കൊണ്ടിരുന്നു. ആകാശത്തിൽ എത്ര ദിക്കുകളുണ്ടോ, ഭൂമിയിൽ എത്ര ദിക്കുകളുണ്ടോ, മനുഷ്യസാധ്യമായ ഏതെല്ലാം ദിക്കുകളുണ്ടോ അങ്ങോട്ടേക്കെല്ലാം അശ്വത്ഥാമാവ് ഉന്നം പിഴയ്ക്കാതെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുന്നു. ആ അസ്ത്രങ്ങളെല്ലാം ഈ രാക്ഷസപ്പടയെ തകർത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രാക്ഷസപ്പടയെ അശ്വത്ഥാമാവ് ഉന്നം തെറ്റാതെ മൂർത്ത ശരങ്ങൾ കൊണ്ട് എയ്ത് വീഴ്ത്തിക്കൊണ്ടിരുന്ന സമയത്ത് അശ്വത്ഥാമാവും കടോൽഗജനും കൂടെ, അശ്വത്ഥാമാവല്ല ദൃഷ്ടദ്യുമ്നനും കടോൽഗജനും കൂടെ ഒരു രഥത്തിലാണല്ലോ ഇപ്പോൾ, അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അശ്വത്ഥാമാവിനെ ആക്രമിച്ചു. ഈ സമയം അവർക്ക് നേരെ 1000 അസ്ത്രങ്ങൾ എയ്ത് വിട്ടതിന് ശേഷം വീണ്ടും അശ്വത്ഥാമാവ് അവിടെ നിന്നുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് ചുറ്റിനും അസ്ത്രമെയ്യുന്നു. ഒരു ഇടിമിന്നലും കൂടെ വീണു. ആ ഇടിമിന്നൽ വീണ വെളിച്ചത്തിൽ പാണ്ഡവരും ഘടോൽഗജനും ദൃഷ്ടദ്യുമ്നനും ആ കാഴ്ച കണ്ടു. അശ്വത്ഥാമാവിന് ചുറ്റും തകർന്ന് ചലനമറ്റ് കിടക്കുന്ന ഒരക്ഷൗഹിണി രാക്ഷസ സൈന്യം. ഇതാണ് അശ്വത്ഥാമാവ്. നമുക്ക് ഏതെങ്കിലും മോഡേൺ മീഡിയയിൽ ഇങ്ങനൊരു അശ്വത്ഥാമാവിനെ കാണാൻ പറ്റുമോ? ഇപ്പോഴത്തെ മോഡേൺ മീഡിയയിൽ അശ്വത്ഥാമാവ് അർജുനൻ്റെ മുമ്പ് ഉറച്ചിരിക്കും. അശ്വത്ഥാമാവിനെ രക്ഷിക്കാൻ ആളുകൾക്ക് വരേണ്ടി വരും. അതുപോലെ തന്നെ അശ്വത്ഥാമാവ് പേടിച്ചൊരു സ്ഥലത്തിരിക്കും. അതുപോലെ തന്നെ അശ്വത്ഥാമാവ് ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നടക്കും. അതുപോലെ അശ്വത്ഥാമാവ് പല രീതിക്കുള്ള മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതൊന്നുമല്ല അശ്വത്ഥാമാവ്. ഇതാണ് അശ്വത്ഥാമാവിൻ്റെ വീര്യം. ഒരു രാക്ഷസപ്പട, ഈ രാക്ഷസന്മാർ രാത്രി ശക്തി കൂടുന്ന ആളുകളാണ്. ആ രാക്ഷസന്മാരുടെ ഒരക്ഷൗഹിണിയാണ് അശ്വത്ഥാമാവ് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അവിടെ തകർത്ത് വിട്ടത്. അശ്വത്ഥാമാവ് ആ പോർവീര്യത്തിൽ നേരെ മൃഗോദരനിട്ട് അസ്ത്രങ്ങൾ ചെയ്തു, നകുല സഹദേവന്മാർക്കിട്ട് അസ്ത്രങ്ങൾ ചെയ്തു, യുധിഷ്ഠിരനിട്ട് അസ്ത്രങ്ങൾ ചെയ്തു, ദൃഷ്ടദ്യുമ്നനെ ചെയ്തു. എന്നിട്ട് ദ്രുപദൻ്റെ 5 പുത്രന്മാരെ അശ്വത്ഥാമാവ് അവിടെ വധിച്ചിട്ടു. എന്നിട്ട് കാംഭോജൻ്റെ പുത്രന്മാരെയും അശ്വത്ഥാമാവ് 10 അസ്ത്രങ്ങൾ കൊണ്ട് വീഴ്ത്തി. എന്നിട്ട് 2 വീരന്മാരെയും കൂടെ അശ്വത്ഥാമാവ് വധിച്ചു. എന്നിട്ട് അശ്വത്ഥാമാവ് നിൽക്കുന്ന നിൽപ്പ് കണ്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതം തോന്നി. ഉടനെ തന്നെ
ദൃഷ്ടദ്യുമ്നൻ്റെ രഥത്തിൽ നിന്നുകൊണ്ട് ഘടോൽഗജൻ അശ്വത്ഥാമാവിന് നേരെ 2-3 അസ്ത്രങ്ങൾ അയച്ചു. അശ്വത്ഥാമാവ് ക്രോധത്തോടുകൂടി തിരിഞ്ഞിട്ട് വെട്ടിത്തിരിഞ്ഞിങ്ങനെ നോക്കിയിട്ട് ചെവിയോളം വലിച്ച് ഒരസ്ത്രം എയ്തു. ആ അസ്ത്രം ഘടോൽഗജൻ്റെ ദേഹത്തിൻ്റെ ഒരു ഭാഗത്തൂടെ കയറി ഇറങ്ങി പുറത്തൂടെ അങ്ങ് പോയി. ഘടോൽഗജൻ ഫ്ലാറ്റായി ആ രഥത്തിൽ അങ്ങ് വീണു. അപ്പോൾ ദൃഷ്ടദ്യുമ്നൻ ഭയന്നു, ഘടോൽഗജൻ എന്താ പറയുക വധിക്കപ്പെട്ടോ? അപ്പോൾ ഇല്ല, ജീവനുണ്ട്. ഉള്ള ജീവനം കൊണ്ട് ഭീമനും ദൃഷ്ടദ്യുമ്നനും കൂടെ ഘടോൽഗജനെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോയി. അല്ലാതെ അവിടെ നിന്ന ശരിയാവത്തില്ലെന്ന് മനസ്സിലായിട്ട് അശ്വത്ഥാമാവ് അവിടെ നിന്ന സമയത്ത് തൻ്റെ ചുറ്റിനും ഒരു അക്ഷൗഹിണി രാക്ഷസ സൈന്യം ഇങ്ങനെ ചലനമറ്റ് തകർന്ന് കിടന്ന സമയത്ത് ഒരുപാട് ഉപാസനകൾ ചെയ്ത് തന്ത്രത്തിലെ 6 ആംനായങ്ങളിൽ പൂർണ്ണ ദീക്ഷ നേടിയിട്ടുള്ള അശ്വത്ഥാമാവിന് ആകാശമണ്ഡലത്തിൽ എന്തോ മന്ത്രജപം കേൾക്കാൻ കഴിഞ്ഞു. ക്ഷണനേരം ഒരുപാട് രക്ഷാമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന അശ്വത്ഥാമാവ് ആകാശത്തേക്ക് പൊങ്ങി നോക്കിയപ്പോൾ സിദ്ധന്മാർ, യക്ഷന്മാർ, രാക്ഷസന്മാർ, ജീവജാലങ്ങൾ, ഗന്ധർവന്മാർ, അപ്സരസുകൾ, അങ്ങനെയൊന്നും വേണ്ട, അവരെല്ലാവരും ആകാശമണ്ഡലത്തിൽ ചുറ്റി നിന്നുകൊണ്ട് അശ്വത്ഥാമാവിനെ മന്ത്രം ജപിച്ചുകൊണ്ട് പുകഴ്ത്തുന്നു, പൂജിക്കുന്നു. അശ്വത്ഥാമാവ് അതെല്ലാം കേട്ടുകൊണ്ട് തൻ്റെ വില്ലുയർത്തിപ്പിടിച്ച് ഇങ്ങനെ ഒരു നിപ്പങ്ങ് നിന്നു. അശ്വത്ഥാമാവിൻ്റെ ഈ പ്രകടനം കണ്ടുടങ്ങിയ തന്നെ യുധിഷ്ഠിരൻ, ഭീമസേനൻ, ദൃഷ്ടദ്യുമ്നൻ, സാത്യകി ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് സംസാരിച്ചിട്ട് ഇനി കളിച്ചു നിന്നിട്ട് കാര്യമില്ല, നല്ലതുപോലെ പോരാടിയേ പറ്റുള്ളൂ പറഞ്ഞ് അവരെല്ലാവരും കൂടെ അശ്വത്ഥാമാവിനെ ആക്രമിച്ചു. ഈ സമയത്ത് സോമദത്തനും സാത്യകിയുമായിട്ടുള്ള പോരാട്ടം അങ്ങോട്ട് ആരംഭിക്കാൻ തുടങ്ങി. സോമദത്തൻ സാത്യകിയെ എല്ലാ ദിശകളിൽ നിന്നും അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിക്കുന്ന രീതിയിൽ രഥത്തിൽ ചുറ്റി നടന്ന അസ്ത്രങ്ങൾ എയ്തു. സാത്യകി തിരിച്ചും സോമദത്തനെ അസ്ത്രങ്ങൾ അയച്ചു. എന്നിട്ട് ഈ സമയത്ത് സാത്യകിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട്, കാരണം അറിയാം ഭീമസേനൻ, സാത്യകി, അർജുനൻ ഇവർ 3 പേരാണ് ഏറ്റവും കൂടുതൽ തളർന്നിരിക്കുന്നത് അന്നത്തെ ദിവസം യുദ്ധഭൂമിയിൽ. കൗരവരെയും പാണ്ഡവരെയും വെച്ച് നോക്കുമ്പോൾ അല്ലേ, അവർ വെളുപ്പിനോട്ട് തുടങ്ങിയ പരിപാടിയാണ്. അതും ഏറ്റവും കൂടുതൽ ടാസ്കുകൾ ചെയ്തത് ഈ 3 പേരാണ്. അപ്പോൾ പിന്നെ ദ്രോണരും കൃതവർമാവും അത് പറയരുത്, അവർ 2 പേരും കൂടെയാണ് തടഞ്ഞു നിർത്തിയത് ആ വരുന്ന സൈന്യത്തിൻ്റെ മുഴുവനും. അപ്പോൾ ഈ 5 പേരാണ് ഏറ്റവും കൂടുതൽ ടാസ്കുകൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ സാത്യകിക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഭീമൻ ഒരാവശ്യമില്ലാതെ സോമദത്തന് നേരെ 10 അസ്ത്രങ്ങൾ അയച്ചു. ഉടനെ സോമദത്തൻ തിരിച്ച് ഭീമസേനന് നേരെ 100 അസ്ത്രങ്ങൾ അയച്ചു. ഭീമൻ അതിനെ തടഞ്ഞു വന്ന സമയത്ത് വീണ്ടും സാത്യകിയുമായിട്ട് നേരിട്ടുകൊണ്ടിരുന്നപ്പോൾ സാത്യകി വജ്രം പോലെ പ്രഹരിക്കാൻ ശേഷിയുള്ള 10 അസ്ത്രങ്ങൾ കൊണ്ട് സോമദത്തനെ പിളർന്നു. എന്നിട്ട് വീണ്ടും സോമദത്തന് നേരെ അസ്ത്രങ്ങൾ അയക്കാനൊരുങ്ങി. ഈ സമയത്ത് സോമദത്തനുമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന സാത്യകിക്ക് ഒരു സഹായം കൊടുക്കാനായിട്ട് ഭീമൻ ഒരു ഗദയെടുത്തു, ഇരുമ്പ് കൊണ്ടുള്ളൊരു പുതിയ ഗദ. ആ ഗദയെടുത്ത് ഭീമസേനൻ സോമദത്തൻ്റെ തലയ്ക്ക് ലക്ഷ്യമാക്കി എറിഞ്ഞു. ഈ സമയത്ത് സോമദത്തനെ സാത്യകിയും അസ്ത്രം ചെയ്തു. അസ്ത്രം വന്ന് സോമദത്തൻ്റെ ദേഹത്ത് കൊണ്ടതും ഗദ വന്ന് സോമദത്തൻ്റെ തലയ്ക്ക് കൊണ്ടതും ഒരേ സമയമായിരുന്നു. സോമദത്തൻ്റെ ബോധം പോയി നിലത്ത് വീണു. അപ്പോൾ സോമദത്തനെ ഇങ്ങനെ ആക്രമിച്ചത് കണ്ടുടങ്ങിയ സോമദത്തൻ്റെ അച്ഛനായിട്ടുള്ള ബാഹ്ലീകൻ, ഭീഷ്മരുടെ വല്യച്ഛനാണ്, കൗരവ ശ്രേഷ്ഠനായിട്ടുള്ള ബാഹ്ലീകൻ ഇവരെ ആക്രമിക്കാനായിട്ട്. ബാഹ്ലീകൻ ഇങ്ങനെ വെള്ളം തൂകുന്നത് പോലെ സാത്യകിക്ക് നേരെ അസ്ത്രങ്ങൾ അയച്ചു. സാത്യകിയെ സഹായിക്കാനായിട്ട് ബാഹ്ലീകന് നേരെ ഭീമസേനനും അസ്ത്രം അയച്ചു. ദേഷ്യം വന്ന ബാഹ്ലീകൻ ആരടാ അത് എന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഭീമനെ കണ്ടു. നീയാ എന്നും പറഞ്ഞൊരു വലിയ കുന്ത് കൊടുത്തിട്ട് ഭീമസേനയുടെ നെഞ്ചു നിറഞ്ഞൊന്ന് കയറ്റി കൊടുത്തു. ആ ഗദയല്ല, ആ കുന്തം വന്ന് ഭീമൻ്റെ നെഞ്ചത്ത് കൊണ്ടു. ആ കുന്തം വന്നുകൊണ്ട് ആഘാതത്തിൽ ഭീമസേനൻ്റെ ദേഹം വിറച്ചിട്ട് ഭീമസേനൻ ബോധം കിട്ടങ്ങ് വീണു. പതുക്കെ ഭീമസേനൻ കണ്ണു ഉറക്കുകയാണ്. കണ്ണു തുറന്നപ്പോൾ തൻ്റെ ദേഹത്ത് തട്ടിയിട്ട് തൻ്റെ ദേഹത്ത് വന്ന് മുറിവുണ്ടാക്കിയിട്ട് അവിടെ വീണ ആ ഗദ കണ്ട് ദേഹം മുറിഞ്ഞിരിക്കുന്നതും കണ്ട് ഭീമൻ മനസ്സ് ചിന്തിച്ച് എന്നെ കുന്തം ചെയ്ത് ബോധം കെടുത്തിയാ. അങ്ങനെ ഭീമന് ദേഷ്യം വന്നിട്ട് ഭീമനൊരു ഗദയെടുത്ത് അവിടെ ചുഴറ്റി. പിന്നെ ആളുകൾ കാണുന്നത് തെറിച്ചു പോകുന്ന ബാഹ്ലീകൻ്റെ ശിരസ. ഭീമൻ ഗദയെടുത്ത് ബാഹ്ലീകൻ്റെ തലയ്ക്കെറിഞ്ഞങ്ങ് വിട്ടുകൊടുത്തു. ആ ഗദ പറന്ന് വന്ന് ബാഹ്ലീകൻ്റെ തലയെടുത്തുകൊണ്ടങ്ങ് പോയി. എന്നിട്ട് ഭീമന് ദേഹം മുറിഞ്ഞതിൻ്റെ ആ ഒരു ദേഷ്യവും ബാഹ്ലീകനെ വധിച്ചതിൻ്റെ ആ ഒരു പോർവീര്യം അങ്ങോട്ട് മുറുങ്ങിയിട്ട് ഇങ്ങനെ ദേഷ്യം വന്ന് ഭീമൻ അവിടെ ഇങ്ങനെ നിന്നിട്ട് അടുത്ത എന്തോ ചെയ്യണം എന്നും പറഞ്ഞ് നിന്നപ്പോഴത്തേക്കും 10 ധൃതരാഷ്ട്രപുത്രന്മാർ ഭീമനെ ആക്രമിച്ചു. നീയൊക്കെ എവിടെ ഉണ്ടായിരുന്നില്ലേ, നില്ല് എന്നും പറഞ്ഞ് ഭീമൻ 10 അസ്ത്രങ്ങൾ കൊണ്ട് 10 ധൃതരാഷ്ട്രപുത്രന്മാരെയും കൂടെ വധിച്ചു. 14-ാം ദിവസം 33 + 10 43 പേരെ ഭീമൻ വധിച്ചു. എന്നിട്ട് ഭീമൻ അടുത്തത് നോക്കിയപ്പോൾ പിന്നെ കാണുന്നത് ശകുനിയുടെ സഹോദരന്മാർ. അവർ 2 പേര് ഭീമനെ ആക്രമിക്കാൻ വന്നപ്പോൾ ഭീമൻ അവരെ അസ്ത്രങ്ങൾ ചെയ്ത് വധിച്ചു. പിന്നീടുള്ള ശകുനിയുടെ 5 സഹോദരന്മാരെ കൂടെ ഭീമൻ അങ്ങ് വധിച്ചു. ടോട്ടൽ 7 സഹോദരന്മാരെ ഭീമൻ വധിച്ചു. അങ്ങനെ 10 ധൃതരാഷ്ട്രപുത്രന്മാരെയും 7 ഗാന്ധാര രാജകുമാരന്മാരെയും ഭീമസേനൻ ഒറ്റയ്ക്ക് നിന്ന് അവിടെ വധിച്ചു. ബാഹ്ലീകനെയും കൂടെ വധിച്ചു. ഇതെല്ലാം കൂടെ ആയപ്പോൾ ചുറ്റിനുമുള്ള ആളുകൾക്കിടയിൽ ഒരലമുറയിട്ടുള്ള കരച്ചിലുണ്ടായി. ഭീമൻ്റെ കൺമുന്നിൽ ആരെയൊക്കെ കിട്ടുന്നുവോ അന്ന് ഭീമൻ അവരെയൊക്കെ വധിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് യുദ്ധഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് കൗരവന്മാർ ആരെയോ കണ്ട് ഭയന്ന് നിലവിളിച്ചോടുന്നു. അവർക്ക് മേൽ അസ്ത്രങ്ങൾ വന്നിങ്ങനെ കയറുകയാണ്. ആരാണ്? യുധിഷ്ഠിരൻ.
യുധിഷ്ഠിരൻ അവിടെ നിന്നുകൊണ്ട് കൗരവന്മാരെ ഭയപ്പെടുത്തി ഓടിക്കുകയാണ് കൗരവ പടയാളികളെ. യുധിഷ്ഠിരൻ്റെ വില്ലിൽ നിന്ന് വരുന്ന ഒരൊറ്റ അസ്ത്രം പോലും തെറ്റുന്നില്ല. മുന്നിലുള്ള കൗരവ പടയാളികളെ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ അമ്പസ്ത രാജ്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ദേശത്തു നിന്ന് വന്നിട്ടുള്ള കൗരവ പടയിലുണ്ടായിരുന്ന സൈനികരെ എല്ലാം യുധിഷ്ഠിരൻ തകർത്തു വിട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ ഒരു ശബ്ദം കേട്ടിട്ട് ദ്രോണാചാര്യർ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. ആരാ ഇത് ചെയ്യുന്നത്? എന്തിനാ കൗരവപ്പട ഇങ്ങനെ പേടിച്ചോടുന്നത്? അങ്ങനെ ദ്രോണാചാര്യരുടെ രഥം പാഞ്ഞവിടെ എത്തിയപ്പോൾ ചന്ദ്രക്കല അടയാളമുള്ള രഥത്തിൽ നിന്നുകൊണ്ട് ചക്രവർത്തി സാമ്രാട്ട് യുധിഷ്ഠിരൻ തൻ്റെ ശക്തമായിട്ടുള്ള വില്ലിൽ നിന്ന് അസ്ത്രങ്ങൾ തൂക്കിക്കൊണ്ട് എല്ലാവരെയും നാനാ ദിശകളിലേക്ക് ഭയപ്പെടുത്തി ഓടിക്കുന്നതാണ് കണ്ടേ. യുധിഷ്ഠിരൻ്റെ ക്രോധത്തോടുകൂടിയുള്ള നോട്ടം കണ്ടിട്ട് കുറേ പേർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ പോരാട്ടം. ദേഷ്യത്തോടുകൂടി യുധിഷ്ഠിരനെ ദ്രോണാചാര്യർ ആക്രമിക്കാൻ ഒരുങ്ങി. യുധിഷ്ഠിരൻ അങ്ങനെ നിന്ന് പോരാടുന്നത് കണ്ടിട്ട് ക്രോധം അധികരിച്ചു വന്ന ദ്രോണർ നേരത്തെ ദുര്യോധനൻ പറഞ്ഞ കാര്യങ്ങളിങ്ങനെ മനസ്സിൽ കേട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ദ്രോണർ ഒന്നും നോക്കിയില്ല. യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടാനായിട്ട് ഏതറ്റം വരെയും പോകണമെന്നുള്ളതുകൊണ്ട് ആദ്യമേ അയച്ച അസ്ത്രം ഒരു ദിവ്യാസ്ത്രമായിരുന്നു, വായവ്യാസ്ത്രം. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദ്രോണാചാര്യർ അയച്ച വായവ്യാസ്ത്രത്തെ യുധിഷ്ഠിരൻ ആ അസ്ത്രത്തെ തടുക്കാൻ വേണ്ട ദിവ്യാസ്ത്രം കൊണ്ട് തകർത്തു വിട്ടു. പിന്നെ ദ്രോണർ ഒരു പരിപാടി ചെയ്തു. സാധാരണ ഒരു 5 അമ്പുകൾ അയക്കുന്നത് പോലെ 5 ദിവ്യാസ്ത്രങ്ങൾ, അതിൽ ആഗ്നേയം, ത്വാഷ്ട്രം ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ 5 ദിവ്യാസ്ത്രങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി ദ്രോണർ അതിവേഗത്തിൽ മന്ത്രം ജപിച്ചുകൊണ്ട് അയച്ചുകൊണ്ടിരുന്നു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് പിന്നീട് അവർ കണ്ടത്. ഈ അസ്ത്രങ്ങളെ തടുക്കാൻ വേണ്ട അതേ അസ്ത്രങ്ങൾ യുധിഷ്ഠിരൻ മന്ത്രം ജപിച്ച് തിരിച്ചു വിട്ടുകൊണ്ടിരുന്നു. അപ്പോഴാണ് എല്ലാവർക്കും യുധിഷ്ഠിരന് അസ്ത്രങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം മനസ്സിലാവുന്നത്. ദ്രോണർ അയച്ച 5 ദിവ്യാസ്ത്രങ്ങളെ തകർക്കാൻ വേണ്ട ദിവ്യാസ്ത്രങ്ങൾ യുധിഷ്ഠിരൻ തിരിച്ചയച്ചു. ഇനി തമാശ കളിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ദ്രോണർ ഉടനെ തന്നെ 2 അസ്ത്രങ്ങൾ എടുത്ത് തൻ്റെ വില്ലിലേക്ക് വെച്ച് മന്ത്രജപം നടത്തി ഒരേ സമയത്ത് ആ 2 അസ്ത്രങ്ങൾക്കും രൂപമാറ്റം വരുത്തി അവിടെ ഐന്ദ്രത്തെയും പ്രാജാപത്യത്തെയും ആവാഹിച്ചു. ദ്രോണർ യുധിഷ്ഠിരനെ നേരെ അയച്ചു. ഉടനെ യുധിഷ്ഠിരൻ തൻ്റെ വില്ല് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മന്ത്രജപം നടത്തി അസ്ത്രം ഇങ്ങനെ പുറക്കോട്ട് വലിച്ചപ്പോൾ ആ അസ്ത്രത്തിന് രൂപമാറ്റമുണ്ടായി. അവിടെ മഹേന്ദ്രം എന്ന അസ്ത്രമുണ്ടായി. ഐന്ദ്രത്തിനെയും പ്രാജാപത്യത്തിനെയും തകർത്തു വിടാനായിട്ട് യുധിഷ്ഠിരൻ മഹേന്ദ്രം എന്ന ദിവ്യാസ്ത്രം പ്രയോഗിച്ചു. ഈ 2 ദിവ്യാസ്ത്രങ്ങളും കൂടെ വന്ന് കൂട്ടിമുട്ടിയപ്പോഴത്തേക്കും അവിടെ ഒരു വിസ്ഫോടനം സംഭവിച്ചു. ക്രോധം വന്ന ദ്രോണർ അവിടെ നിന്നുകൊണ്ട് അലറി. എല്ലാവരും ദ്രോണരെ നോക്കി. ദ്രോണർ വില്ലുയർത്തി മന്ത്രജപം നടത്തി. എന്നാൽ ഇപ്പോൾ അസ്ത്രങ്ങളൊന്നും വെച്ചിട്ടില്ല. പക്ഷേ വില്ല് പുറക്കോട്ട് വലിക്കുന്നതിനനുസരിച്ച് ആ വില്ലിൽ ഒരു അസ്ത്രം വന്നു തുടങ്ങി. ആ അസ്ത്രം വരുന്നതിനനുസരിച്ച് അന്തരീക്ഷത്തിൽ രൂപമാറ്റങ്ങൾ വരുന്നത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഗ്രേഡ് കൂടിയ ദിവ്യാസ്ത്രമാണ് പ്രയോഗിക്കുന്നത്. പൂർണ്ണമായും ആ അസ്ത്രത്തെ ആവാഹിച്ചു കഴിഞ്ഞപ്പോൾ അസ്ത്രത്തിൻ്റെ അഗ്രഭാഗത്തായിട്ട് താമരയുടെ രൂപം. അവർക്ക് മനസ്സിലായി ബ്രഹ്മാസ്ത്രത്തെ ആവാഹിച്ചേക്കുന്നത്. അങ്ങനെ ദ്രോണർ യുധിഷ്ഠിരന് നേരെ ബ്രഹ്മാസ്ത്രം തൊടുത്തു. എന്നാൽ ദ്രോണർ ഇവിടെ ബ്രഹ്മാസ്ത്രം ആവാഹിച്ച അതേ സമയത്ത് യുധിഷ്ഠിരൻ അപ്പുറത്ത് വീണ്ടും ബ്രഹ്മാസ്ത്രം ആവാഹിച്ചു. ഈ 2 ബ്രഹ്മാസ്ത്രങ്ങൾ വന്ന് കൂട്ടിമുട്ടിയ സമയത്ത് ആകാശത്തിലൊരു വിസ്ഫോടനമുണ്ടായി. കുരുക്ഷേത്ര ഭൂമിയിൽ ഏതോ 2 യോദ്ധാക്കൾ ദിവ്യാസ്ത്രങ്ങൾ, അത് ബ്രഹ്മാസ്ത്രങ്ങൾ പ്രയോഗിച്ചു എന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു പ്രകമ്പനം ഉണ്ടായി. എല്ലാവരും ഒരു അത്ഭുതത്തോടു കൂടി ചക്രവർത്തി സാമ്രാട്ട് യുധിഷ്ഠിരനെ ഇങ്ങനെ നോയിക്കൊണ്ട് നിന്നു. യുധിഷ്ഠിരൻ്റെ ഈ ഒരു പ്രകടനവും കൂടെ ആയപ്പോൾ ദ്രോണർ യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടുക എന്നുള്ള സംഭവം മാറ്റി നിർത്തിയിട്ട് യുധിഷ്ഠിരനെ അവിടെ ഉപേക്ഷിച്ചിട്ട് നേരെ പാഞ്ചാല പടയിലോട്ട് കയറി എന്ന് എന്താ പറയുക, ആന കരിമ്പും കാട്ട് കയറുന്നത് പോലെ കയറി അങ്ങ് മേഞ്ഞു തുടങ്ങി. ദ്രോണർ കയറി പാണ്ഡവപ്പടയും പാഞ്ചാലപ്പടയും ഉറപ്പിച്ച് പല ദിശകളിലോട്ട് ഓടിക്കുന്നത് ഭീമനും അർജുനനും നോക്കിക്കണ്ടു. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് വാ. അങ്ങനെ ഭീമനൊരു ചെറിയ പടയുമായിട്ട് അർജുനനൊരു ചെറിയ പടയുമായിട്ട് നേരെ ദ്രോണരുടെ അടുത്ത് തന്ന് അവിടെ അവർ 2 പേരും കൂടെ ഒരു പ്രകടനം അങ്ങ് തുടങ്ങി. ഭീമൻ്റെയും അർജുനൻ്റെയും പ്രകടനം കണ്ടുടനെ ഓടിപ്പോയ പാണ്ഡവ പടയാളികളെല്ലാം തിരിച്ചു വന്നു. അവരെ തിരിച്ചു വരുത്താനായിട്ടാണ് അർജുനനും ഭീമനും അത് ചെയ്തത്. അങ്ങനെ പോരാട്ടം രാത്രി യുദ്ധത്തിൽ മുറുകിക്കൊണ്ടേയിരുന്നു. ദുര്യോധനൻ ഓടി കർണൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് കർണൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അംഗരാജാവായ കർണ, സുഹൃത്തുക്കൾക്ക് സഹായം ചെയ്യേണ്ട സമയമാണിത്. അങ്ങ് സൗഹൃദത്തിന് ഒരുപാട് വില കൊടുക്കുന്ന ആളല്ലേ. അങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെയ്തേ പറ്റുള്ളൂ. അർജുനനെ അങ്ങ് പിടിച്ചു കെട്ടണം. അവർ 3 പേരും കൂടെ നമ്മുടെ പടയെ മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. അങ്ങിൽ പൂർണ്ണ വിശ്വാസം ഞാൻ അർപ്പിക്കുകയാണ് എന്ന് കർണനോട് പറഞ്ഞു. ഉടനെ കർണൻ പറഞ്ഞു, അല്ലയോ ദുര്യോധന, അങ്ങ് ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇന്ന് സാക്ഷാൽ ദേവേന്ദ്രൻ അർജുനനെ സംരക്ഷിക്കാൻ വന്നാൽ പോലും എൻ്റെ കയ്യിൽ നിന്ന് അവന് രക്ഷയില്ല. ഞാനിന്ന് അവനെ വീഴ്ത്തിയിരിക്കും. ഞാൻ പാണ്ഡവരെയും വീഴ്ത്തിയിരിക്കും. അങ്ങ് ഒന്നുകൊണ്ടും ഭയക്കണ്ട. എന്തുണ്ടായാലും എൻ്റെ ഈ വേല് കണ്ടോ, എൻ്റെ ഈ ശക്തിവേല്, ഇത് സാക്ഷാൽ ദേവേന്ദ്രൻ എനിക്ക് തന്ന വാസവി ശക്തിയാണ്. ഈ വേല് ഞാൻ പ്രയോഗിച്ചാൽ ഇതാർക്കും തടയാൻ കഴിയത്തില്ല. ഈ വേല് കൊണ്ട് ഞാൻ അർജുനനെ വധിച്ചിരിക്കും.
അതിനുശേഷം അർജുനൻ്റെ സഹോദരന്മാർ അങ്ങയുടെ നിയന്ത്രണത്തിൽ വരും. അങ്ങ് ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ അങ്ങയ്ക്ക് സന്തോഷം ചെയ്തു തരാൻ വേണ്ടി നിൽക്കുന്ന ആളാണ്. ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ അങ്ങ് ദുഃഖിക്കുകയേ വേണ്ട. പ്രിയമിത്രമേ ദുര്യോധന, ഈ പറയുന്നത് വൈകർത്തനൻ കർണനാണ്, അത് മറക്കരുത് എന്നും പറഞ്ഞ് കർണൻ ദുര്യോധനന് ധൈര്യം കൊടുത്തു. ദുര്യോധനൻ്റെ മുഖത്തൊരു ചിരി വന്ന സമയത്ത് അവിടെ ഒരു ചെറിയ അട്ടഹാസം കേട്ടു. അട്ടഹാസമല്ല, കളിയാക്കിക്കൊണ്ടുള്ളൊരു ചിരി കേട്ടു. എല്ലാവരും തിരിഞ്ഞു നോക്കി. കൃപാചാര്യരായിരുന്നു. അല്ലയോ കർണ, ഉത്തമം, അത്യുത്തമം തന്നെയാണ്. കുരുശ്രേഷ്ഠനായ ദുര്യോധനന് ഇതാ ഒരു സംരക്ഷകനെ കിട്ടിയിരിക്കുന്നു. അംഗരാജൻ കർണൻ ഗംഭീരം. പക്ഷേ വാക്കുകൾ കൊണ്ടും വായ്ത്താളം കൊണ്ടും യുദ്ധം ജയിക്കാൻ പറ്റുമെങ്കിൽ കർണ, നീ തന്നെ ധാരാളം സംരക്ഷകനായിട്ട്. ദുര്യോധനൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നീ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറയാറുണ്ടല്ലോ, വീമ്പ് പറച്ചിലും മേനി പറച്ചിലും. പക്ഷെ വല്ലപ്പോഴും കൂടെയാണ് അങ്ങയുടെ ശക്തിയും പോരാട്ടവീര്യവുമെല്ലാം എല്ലാവരും കാണുന്നത്. അല്ലയോ സൂതപുത്ര, ഞാൻ ചോദിച്ചോട്ടെ, എത്ര തവണ താൻ അർജുനനുമായിട്ട് പോരാടിയേക്കുന്നു? ആ പോരാട്ടത്തിലെല്ലാം പാണ്ഡുപുത്രൻ നിന്നെ പരാജയപ്പെടുത്തിയിട്ടേ ഉള്ളൂ. എന്തിനേറെ പറയുന്നു, പണ്ട് ദുര്യോധനനെ ഗന്ധർവന്മാർ പിടിച്ചു കെട്ടിയായിരുന്നല്ലോ. ദുര്യോധനനെ ഗന്ധർവന്മാർ പിടിച്ചു കെട്ടിയ സമയത്ത് എല്ലാ പടയാളികളും പോരാടി, നീ ഒഴിച്ച്. കാരണം നീ അവിടെ നിന്ന് ഓടുകയല്ലേ ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, വിരാട ദേശത്ത് വെച്ചിട്ട് കൗരവപക്ഷത്തിലുള്ള എല്ലാ യോദ്ധാക്കളെയും കൂടെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അർജുനൻ ആക്രമിച്ചായിരുന്നു, പരാജയപ്പെടുത്തിയായിരുന്നു. അതിലും ഉണ്ടായിരുന്നു നീയും നിൻ്റെ സഹോദരനും. എന്നിട്ട് കൃപാചാര്യർ കുറേ അങ്ങ് കർണനെ പറയും. എന്നിട്ട് പറയും, സത്യസന്ധമായിട്ടൊരു കാര്യം ഞാൻ നിന്നോട് പറയാൻ കാരണം, യുദ്ധഭൂമിയിൽ നീ അർജുനനെ താങ്ങത്തില്ല. എന്തിൻ്റെ പുറത്താണ് നീ പറയുന്നത്? പാണ്ഡവരെ, അതും കൃഷ്ണനും കൂടെ നിൽക്കവേ നീ പാണ്ഡവരെ തോപ്പിക്കുമെന്ന് പറഞ്ഞു. നീ കുറേ പോരാട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ടല്ലോ, ഒന്ന് ചെയ്ത് കാണിക്ക്. നീ ഗർജിക്കാറുണ്ട്, പക്ഷെ അർജുനൻ്റെ മുന്നിൽ വരുമ്പോൾ ഗർജനം കുറയും. വാക്കുകൾ കൊണ്ടല്ല യോദ്ധാക്കൾ അവരുടെ വീര്യം കാണിക്കുന്നത്. നീ വാക്കുകൾ കൊണ്ടും പ്രസംഗം കൊണ്ടുമാണ് നിൻ്റെ വീര്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അർജുനൻ അവൻ്റെ ആയുധങ്ങൾ കൊണ്ടാണ് വീര്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നീ ഒന്ന് ചെയ്ത് കാണിക്കുമെന്ന് പറഞ്ഞു. ഈ സമയത്ത് കർണൻ പറയും, ഭാരമേറിയ ചുമതലകൾ ഉള്ളവർക്ക്, ബുദ്ധിമുട്ടുള്ള ചുമതലകൾ ഏറ്റെടുക്കുന്നവർക്ക് അല്പം വീമ്പ് പറഞ്ഞുവെന്നും പറഞ്ഞ് കുഴപ്പമില്ല ആചാര്യ. ഞാനിവിടെ ആകാശത്തിൽ ഇടിമുഴങ്ങുന്നത് പോലെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് ശത്രുവിനുമേൽ ശരം മഴ പോലെ പെയ്യിക്കാൻ തന്നെയാണ്. ഞാനിതിനുള്ള ലക്ഷ്യം വെച്ചത് കൊണ്ടും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായത് കൊണ്ടുമാണ് ഞാൻ അല്പം വീമ്പ് പറയുന്നത്. എനിക്ക് മുമ്പും ധീരമായി പോരാടുന്ന ആളുകൾ, വലിയ വലിയ ദൗത്യങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ആളുകൾ ഈ വീമ്പ് പറയുന്നുണ്ട്. അങ്ങ് നോക്കി നിൽക്കവേ ഇന്ന് ഞാൻ പാണ്ഡവരെ വീഴ്ത്തിയിരിക്കും. പാണ്ഡവരെയും പാണ്ഡവരുടെ കൂടെ കൃഷ്ണനെയും ഞാൻ വീഴ്ത്തി ദുര്യോധനനെല്ലാം ഞാൻ നേടിക്കൊടുക്കുന്നതായിരിക്കും എന്ന് കർണൻ പറഞ്ഞു. ഈ കൃഷ്ണനെ വീഴ്ത്തും എന്ന് ഈ പുള്ളിക്കാരൻ പറഞ്ഞത് എന്തുദ്ദേശത്തിലാണെന്ന് എനിക്കറിയത്തില്ല. ഇത് തന്നെയാണ് കൃപാചാര്യർക്കും തോന്നിയത്. കൃപാചാര്യർ പിന്നെ അങ്ങോട്ടിടാ വിഡി, നീ എന്തൊക്കെയായി പറയുന്നേ? എന്നിട്ട് ഒരു ലിസ്റ്റ് യോദ്ധാക്കളുടെ പേര് പറയും പാണ്ഡവപക്ഷത്തിലുള്ളത്. ഇവർക്കൊക്കെയുള്ള ഗുണങ്ങൾ ഇതൊക്കെയാണ്, ഇവരൊന്നും തോൽപ്പിക്കുക എന്ന് പറയുന്നത് പറ്റുന്ന കാര്യമല്ല. എന്നിട്ട് പറയും, എല്ലാം പോട്ട് കൃഷ്ണനെപ്പോലും നീ വധിക്കൂ എന്ന് പറഞ്ഞ് എന്തുദ്ദേശത്തിലാണ് നീ അത് പറഞ്ഞത്? നിന്നെക്കൊണ്ടത് എങ്ങനെ സാധിക്കും? എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? നീ ഒരു പമ്പര വിഡ്ഢിയാണെന്ന് കൃപാചാര്യർ പറയും. പിന്നീട് കർണൻ്റെ മട്ടും ഭാവവും ഒക്കെ അങ്ങ് മാറി. കർണൻ വളരെ മോശമായിട്ട് കൃപാചാര്യരെടോ ബ്രാഹ്മണ, മൂഢനായ ബ്രാഹ്മണ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു കൃപാചാര്യരെ. എന്നിട്ട് പറയും, അങ്ങ് പറഞ്ഞത് മാത്രമല്ല, പാണ്ഡവർക്ക് അതിനെക്കാട്ടിയും ക്വാളിറ്റീസ് ഉണ്ട്. അവരെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദേവതകൾ ഇന്ദ്രനോടുകൂടി വന്നാൽ പോലും അർജുനനെ ഒന്നും കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് അർജുനനെ വധിക്കാൻ പറ്റും. കാരണം എൻ്റെ കയ്യിൽ ഈ വാസവി ശക്തിയുണ്ട്. ഈ വാസവി ശക്തി വേല തകർക്കാൻ കഴിയത്തില്ല. ഈ വേലുകൊണ്ട് അർജുനനെ ഞാൻ വധിച്ചിരിക്കും. പിന്നെ കൃഷ്ണനും അർജുനൻ്റെ സഹോദരന്മാർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കർണൻ. എന്നിട്ട് കർണൻ ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യവും കൂടെ പറഞ്ഞു. ഇനി ഇതുപോലെ കൃപാചാര്യരെ അങ്ങ് സംസാരിച്ചാൽ എൻ്റെ വാളൂരി അങ്ങയുടെ നാക്ക് ഞാൻ അറുത്ത് കളയുമെന്ന് പറഞ്ഞു. ഇതിൽ ഈ കാര്യങ്ങൾ പറഞ്ഞത്, ഈ എടുത്തു പറഞ്ഞ കാര്യങ്ങൾ അവിടെ മറ്റൊരാളെ ട്രിഗർ ചെയ്തു. അവിടെ ആ ഭാഗത്ത്, ഇവർ സംസാരിക്കുന്ന ഭാഗത്ത് ഒരു അലർച്ച കേട്ടു. ക്രോധത്തിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അശ്വത്ഥാമാവായിരുന്നു. അശ്വത്ഥാമാവിൻ്റെ അമ്മാവനാണല്ലോ കൃപാചാര്യർ. സ്വന്തം അമ്മാവനെ കർണൻ ഇത്രയും അപമാനിച്ചത് അശ്വത്ഥാമാവിനെ സഹിച്ചില്ല. അശ്വത്ഥാമാവ് ഉടനെ തന്നെ ഒരു വലിയ വാള് മുറി പിടിച്ചുകൊണ്ട്, എടാ കർണ, ദുരാത്മാവേ, ദുഷ്ടബുദ്ധി, നരാധമ എന്നും പറഞ്ഞുകൊണ്ട് അശ്വത്ഥാമാവ് കർണൻ്റെ നേരെ വാള് ഊങ്ങി പിടിച്ചെന്ന് ചെന്നു. എൻ്റെ അമ്മാവനോട് ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എന്ത് ക്വാളിറ്റിയാവുള്ളേ? നിൻ്റെ തല ഞാൻ ഛേദിക്കുന്നതായിരിക്കുമെന്നും പറഞ്ഞ് അശ്വത്ഥാമാവ് കർണന് നേരെ പാഞ്ഞെടുത്തെന്ന് ചെന്നു. ഉടനെ ദുര്യോധനനും കൃപാചാര്യരും കൂടെ അശ്വത്ഥാമാവിനെ കൂട്ടിക്കേറി അങ്ങ് പിടിച്ചു. അശ്വത്ഥാമാവ് ഇങ്ങനെ ക്രോധത്തിൽ അങ്ങോട്ട് ചാടാനായിട്ട് തയ്യാറായി നിൽക്കുന്നു. ഉടനെ തന്നെ ദുര്യോധനൻ പറഞ്ഞു, അശ്വത്ഥാമാവെ ഒന്ന് ക്ഷമിച്ചാലും. ഇപ്പോഴും കർണൻ അടങ്ങുന്നില്ല. കർണൻ പറയാണ്, ദുര്യോധന,
അവനെ വിടൂ, ആ ദുഷ്ടനായ ബ്രാഹ്മണൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ കാണട്ടെ. അവനവൻ്റെ പോരാട്ടത്തെക്കുറിച്ച് കുറേ തള്ളുന്നതാണല്ലോ. അശ്വത്ഥാമാവിനെ അങ്ങോട്ട് കയറി വരെയാണ് ദേഷ്യം. അങ്ങനെ ദുര്യോധനൻ അശ്വത്ഥാമാവിൻ്റെ അടുത്ത് അപേക്ഷിക്കും. എന്നുവെച്ചാൽ ബഹുമാന പ്രചാരം പറയും അശ്വത്ഥാമാവേ. കാരണം എന്താണ്? അശ്വത്ഥാമാവ് ഇവരെയൊക്കെ കാട്ടി മൂത്തതാണ്. ഇവരെയൊക്കെ പഠിപ്പിക്കുക വരെ ചെയ്തിട്ടുണ്ട് അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവ് ഒരു നല്ല ഗുരുവും കൂടെയാണ്. അപ്പോൾ ആ അശ്വത്ഥാമാവിനെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് പറയും, അശ്വത്ഥാമാവ് ഇങ്ങനെ ചെയ്യരുത്, നിങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ കഴിയുള്ളൂ. ഈ സമയം ദുര്യോധനൻ ഒരു ചെറിയ പട അവരെ ലക്ഷ്യമാക്കി വരുന്നത് കണ്ടു. അതുപോലെ തന്നെ ദുര്യോധനൻ അവരിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേട്ടു. കർണൻ എവിടെ? കർണൻ നിൽക്കുന്നത് എവിടെയാണ്? അങ്ങോട്ടേക്ക് പോകൂ, എല്ലാവരും കർണന് നേരെ പോകൂ എന്ന് ദുര്യോധനൻ ഉടനെ അശ്വത്ഥാമാവിനോട് പറഞ്ഞു. അശ്വത്ഥാമാവേ, ഗുരുപുത്ര, അങ്ങിത് കേൾക്കുന്നില്ലേ? കർണന് നേരെയാണ് പാണ്ഡവപ്പട വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിടയിൽ ഒരു അടി ഉണ്ടായിക്കൂടാ, നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം, നമ്മളവരെ നേരിടുക തന്നെ ചെയ്യണം എന്നെല്ലാം പറഞ്ഞപ്പോൾ അശ്വത്ഥാമാവ് തണുത്തു. എന്നാൽ ഈ സമയത്ത് കർണൻ്റെ മുഖത്ത് യാതൊരുവിധ ഭാവമാറ്റവുമില്ലായിരുന്നു. ഒരു ചെറു പുഞ്ചിരി മാത്രം. തന്നെ ആക്രമിക്കാൻ വരുന്ന പാണ്ഡവപ്പടയുടെ ആ ഒരു കോൺഫിഡൻസ്, ഇന്ന് കർണനെ പിടിച്ചു കെട്ടാം എന്ന് പറയുന്ന ആ കോൺഫിഡൻസ് കണ്ടിട്ട് കർണൻ ഒരു പുച്ഛഭാവത്തിൽ ചിരിച്ചുകൊണ്ട് തന്നു. കർണൻ തൻ്റെ രഥത്തിൽ സജ്ജമായി അവരെ നോക്കി തന്നെ നിന്നു. അവരെല്ലാവരും ആയുധങ്ങൾ ഉയർത്തി കർണനെ ആക്രമിക്കാൻ വന്നുടങ്ങെ കർണൻ തൻ്റെ ശക്തമായ കരങ്ങളിൽ ശക്തമായ വില്ലുയർത്തി അസ്ത്രങ്ങൾ തൂകിക്കൊണ്ട് അവരെ അങ്ങോട്ട് ആക്രമിച്ചു. എന്നാൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ക്ഷത്രിയരെല്ലാവരും കർണനെ വധിക്കൂ എന്നൊരൊറ്റ ചിന്തയോടുകൂടി കർണനെ നേരെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടേയിരുന്നു. ആ രാത്രിയിലെ അരണ്ട വെളിച്ചത്തിൽ അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന ആ വില്ലുകൾ തിളങ്ങുന്നതും ഞാണുകളുടെ ശബ്ദവും കർണന് നേരെ പായുന്ന അസ്ത്രങ്ങളുടെ തിളക്കവും അവർക്ക് കാണാൻ കഴിഞ്ഞു. കർണനാകട്ടെ അവരയക്കുന്ന അസ്ത്രങ്ങളെല്ലാം തകർത്ത് വിട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ കർണനെ ആക്രമിക്കുവാനായിട്ട് ആ പാണ്ഡവപക്ഷത്തിലുണ്ടായിരുന്ന ക്ഷത്രിയരെല്ലാവരും കറങ്ങി ചുറ്റി വന്നുവെങ്കിൽ പോലും കർണനെ അവർക്ക് ആക്രമിക്കാൻ കഴിഞ്ഞില്ല. കർണനെ അവർക്ക് പ്രഹരിക്കുവാൻ കഴിഞ്ഞില്ല. എന്തിനേറെ പറയണം, കർണനെ നേരെ അവർ അസ്ത്രങ്ങളുടെ ഒരു കൊടുങ്കാറ്റെന്ന് തോന്നിക്കുന്നത് പോലെ അസ്ത്രങ്ങൾ അയച്ചു. അതിനെയും കർണൻ തകർത്തു വിട്ടു. എന്നിട്ട് കർണൻ തൻ്റെ ശക്തമായ കരങ്ങളിൽ വില്ലുയർത്തിയിട്ട് വീണ്ടും അസ്ത്രങ്ങളെടുത്ത് തൊടുത്ത് എയ്തു വിട്ടുകൊണ്ടേയിരുന്നു. ആ അസ്ത്രങ്ങൾ പോകുന്ന വഴിയിൽ, കർണൻ്റെ രഥം ചലിക്കുന്ന വഴിയിൽ രഥചക്രങ്ങളുടെ പൂട്ട് തകരുന്ന ശബ്ദവും കുതിരകൾ നിലവിളിക്കുന്ന ശബ്ദവും കുടകൾ തെറിക്കുന്ന ശബ്ദവും ആയുധങ്ങൾ മുറിയുന്ന ശബ്ദവും ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. പാണ്ഡവപ്പട കർണനെ പേടിച്ച് കർണനിൽ നിന്ന് ഓടാനൊരുങ്ങി. ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് നിന്ന ദുര്യോധനൻ്റെ മുഖത്തെ ചിരി പെട്ടെന്ന് മങ്ങി. പാണ്ഡവപ്പടയുടെ നടുക്ക് നിന്ന് ആകാശത്തിൽ തെളിഞ്ഞു കാണുന്നൊരു കൊടി. ആ കൊടി കണ്ടപ്പോൾ ദുര്യോധനന് ഹനുമാൻ ലങ്കാദഹനം ചെയ്യാനായി വരുന്നത് പോലെ തോന്നി. അതെ, ആ കൊടി സാക്ഷാൽ കവിധ്വജനായ അർജുനൻ്റെ കൊടിയായിരുന്നു. ആ രഥം ഇങ്ങ് അടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കവേ ഉടനെ തന്നെ ദുര്യോധനൻ നേരെ പോയി തൻ്റെ ഗുരുപുത്രനായ അശ്വത്ഥാമാവിനോട് പറഞ്ഞു, അല്ലയോ ഗുരുപുത്ര, അങ്ങ് കാണുന്നില്ലേ, അംഗരാജൻ കർണൻ്റെ പ്രകടനത്തിന് മുന്നിൽ പാണ്ഡവപ്പട ഇതാ പതറിപ്പോയിരിക്കുന്നു. പാണ്ഡവപ്പടയെ കർണൻ ഇതാ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ദൂരേക്ക് നോക്കിയാലും അർജുനൻ കർണനെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കർണനെ രക്ഷിക്കുവാനായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താലും ദുര്യോധനൻ പറഞ്ഞുടനെ തന്നെ അശ്വത്ഥാമാവ് നേരെ ചെന്ന് കൃപരെയും ശല്യരെയും അതുപോലെ തന്നെ കൃതവർമാവിനെയും വിളിച്ചുകൊണ്ട് അർജുനൻ്റെ രഥത്തിനെ ലക്ഷ്യമാക്കി പോവുകയുണ്ടായി. എന്നാൽ കർണനോ അർജുനൻ വരുന്നത് കണ്ടിട്ട് ക്രോധത്തോടുകൂടി ഒരു മതയാനയോട് ഏറ്റുമുട്ടാൻ പോകുന്നത് പോലെ നേരെ അർജുനൻ്റെ രഥത്തിൻ്റെ അടുത്തേക്ക് വിട്ടു. കർണൻ മുന്നോട്ട് കയറി അർജുനനെ ആക്രമിച്ചത് എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. എന്നാൽ കർണൻ്റെ ആക്രമണങ്ങളെ അർജുനൻ ശക്തമായി ചെറുത്തു നിൽക്കുകയും ചെയ്തു. അങ്ങനെ കർണൻ അർജുനനെ ശരവർഷങ്ങൾ കൊണ്ട് മൂടി. ആ അസ്ത്രങ്ങൾ അർജുനൻ്റെ ദേഹത്തേക്ക് തുളച്ചു കയറി അർജുനനെ മുറിപ്പെടുത്തി. കർണൻ്റെ ഈ ഒരു കൈവഴക്കം അർജുനൻ പൊറുത്തില്ല. അർജുനൻ ഉടനെ തന്നെ കർണന് നേരെ 30 അസ്ത്രങ്ങൾ അയച്ചു എന്നാണ് പറഞ്ഞത്. ആ അസ്ത്രങ്ങളിൽ ഭൂരിഭാഗവും കർണൻ്റെ ഇടത്തെ കൈയിലേക്ക് തുളച്ചു കയറുകയും ആ കയ്യിൽ അസ്ത്രം തുളച്ചു കയറിയ ഉടനെ തന്നെ കർണൻ്റെ ഇടം കൈയിൽ നിന്ന് വില്ല് നിലത്തേക്ക് വീഴുകയും ചെയ്തു. ഉടനെ തന്നെ കർണൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അസ്ത്രങ്ങളെ കുടഞ്ഞു കളഞ്ഞിട്ട് മറ്റൊരു ശക്തമായ വില്ലെടുത്തിട്ട് അർജുനന് നേരെ അസ്ത്രങ്ങൾ അയക്കാനൊരുക്കി. ആ അസ്ത്രങ്ങളെ ഒരു പുഞ്ചിരിയുടെ ലാഘവത്തോടുകൂടി അർജുനൻ നേരിടുകയും ചെയ്തു. രാധേയനും പാണ്ഡുപുത്രനും തമ്മിലുള്ള ആ ഒരു പോരാട്ടം എല്ലാവർക്കും അത്ഭുതം ജനിപ്പിക്കുന്ന ഒന്നായിരുന്നു. ചുറ്റിനുമുള്ള ആളുകൾ ഒരു അത്ഭുതത്തോടുകൂടി ആ പോരാട്ടത്തെ കണ്ടുകൊണ്ട് നിന്നപ്പോഴത്തേക്കും അശ്വത്ഥാമാവും കൃപാചാര്യരും ശല്യരും അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരസ്പരം അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിച്ചു കൊണ്ടിരുന്ന ആ സമയത്ത് കർണൻ്റെ കടന്നു കയറിയുള്ള പ്രകടനങ്ങൾ കണ്ടപ്പോഴത്തേക്കും അർജുനൻ്റെ ക്രോധം അധികരിച്ചു. അർജുനൻ ഉടനെ തന്നെ കർണൻ്റെ കയ്യിലിരുന്ന് ബില്ലിലേക്ക് ഒരു അസ്ത്രം അയച്ചു. ആ അസ്ത്രം ആ ബില്ലിനെ മുറിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ കർണൻ്റെ കുതിരകളെയും അർജുനൻ വധിച്ചു. എന്നിട്ട് സാരഥിയുടെ തലയും തെറിപ്പിച്ചു. തൻ്റെ കയ്യിലുള്ള വില്ല് മുറിച്ചു കളഞ്ഞു. കുതിരകളെ വധിച്ചു, സാരഥിയെയും വധിച്ചു. കർണൻ അർജുനനെ നേരെ പൊങ്ങി നോക്കിയപ്പോൾ അർജുനൻ അസ്ത്രം ഓങ്ങിപ്പിടിച്ച് നിൽക്കും. കർണൻ അർജുനൻ്റെ മുഖത്തേക്ക് നോക്കിയ ആ സമയം തന്നെ 4 അസ്ത്രങ്ങൾ അർജുനൻ കർണൻ്റെ ദേഹത്തേക്ക് എയ്ത് കയറ്റി. ഈ സമയം പെട്ടെന്ന് തന്നെ അവിടെ കൃപാചാര്യരെത്തി. കർണൻ തൻ്റെ രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി കൃപാചാര്യരുടെ രഥത്തിലേക്ക് കയറി തൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തി.
കർണനെ അർജുനൻ പരാജയപ്പെടുത്തിയത് കണ്ടപ്പോഴത്തേക്കും ചുറ്റിനുമുണ്ടായിരുന്ന കൗരവ പടയാളികളുടെ നെഞ്ചിടിച്ചു. അവർ ഭയത്തിൽ നാനാ ദിശകളിലേക്ക് ഓടാനൊരുങ്ങി. ഇത് കണ്ടപ്പോഴത്തേക്കും രാജാവായ ദുര്യോധനന് സഹിച്ചില്ല. അദ്ദേഹം ഒരു ക്ഷത്രിയൻ ചെയ്യേണ്ട ധർമ്മം, ഒരു യോദ്ധാവ് ചെയ്യേണ്ട ധർമ്മം ചെയ്യാനൊരുങ്ങി. തൻ്റെ പടയാളികൾക്ക് ശക്തി കൊടുത്തിട്ട് മറ്റുള്ള യോദ്ധാക്കളെ മുന്നിൽ വിടുന്നതിന് പകരം സ്വയം മുന്നിലോട്ടിറങ്ങാനൊരുങ്ങി ആ രാജാവ്. ഉടനെ ദുര്യോധനൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, വീരന്മാരെ, നിങ്ങളാരും പോകരുത്. നിങ്ങൾ അർജുനനെയാണ് ഭയക്കുന്നതെങ്കിൽ ഞാൻ ഇന്ന് അവനുമായി നേരിടാൻ പോവുകയാണ്. ചട്ടകെട്ടി വില്ലുയർത്തിക്കൊണ്ട് ഞാൻ ഇന്ന് അവൻ്റെ മുന്നിൽ പോയി എൻ്റെ പോർവിധിയും കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ പാണ്ഡുപുത്രനായ ഗാന്ധീവധാരിയെ ഇന്ന് ദുര്യോധനൻ വധിക്കുന്നതായിരിക്കും. കര എങ്ങനെ കടലിനെ തടഞ്ഞു നിർത്തുന്നുവോ അതുപോലെ അർജുനനെ ഞാനിന്ന് തടഞ്ഞു നിർത്തുന്നതായിരിക്കുമെന്നും പറഞ്ഞ് ദുര്യോധനൻ മുന്നോട്ട് പോകാനൊരുങ്ങുന്നു. ഈ സമയത്ത് കൃപാചാര്യർ ഇവനിതെന്തു പറ്റി എന്നുള്ള ലാഘവത്തോടുകൂടി പെട്ടെന്ന് ഓടി വന്ന അശ്വത്ഥാമാവിനോട് പറഞ്ഞു, മോനെ അശ്വത്ഥാമാവേ, ദോ ദുര്യോധനൻ കാണിക്കുന്നത് കണ്ടോ, ധിക്കാരിയാണവൻ, ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. ക്രോധത്തിലും മതിമറന്നു പോയിട്ട് ദാ ഇവൻ അർജുനൻ്റെ അടുത്തേക്ക് പോയി കയറാൻ പോവുകയാണ്. ഇവൻ അർജുനൻ്റെ അടുത്തോട്ട് പോയാൽ ഇവന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ രാജാവിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. അവൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് പോയി അവനെ അവിടെ നിന്ന് പിന്മാറിയിട്ട് നീ അർജുനനുമായി പോരാടിയാലും ചെല്ലൂ എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം, അശ്വത്ഥാമാവിൻ്റെ അച്ഛനും അതുപോലെ തന്നെ അമ്മാവനും ആ യോദ്ധാവിലുള്ള വിശ്വാസം. അശ്വത്ഥാമാവ് കമാന്നൊരക്ഷരം മിണ്ടാതെ തൻ്റെ രഥത്തിൽ നേരെ പോയി. ദുര്യോധനൻ ക്രോധത്തോടുകൂടി അർജുനൻ്റെ അടുത്തേക്ക് പൊക്കോണ്ടിരുന്നപ്പോൾ പുറക്കേ നിന്ന് അശ്വത്ഥാമാവിൻ്റെ വിളി കേട്ടു, ദുര്യോധന, നിന്നാലും ഞാനിവിടെ ജീവനോടെ ഉള്ളപ്പോൾ അങ്ങ് അർജുനൻ്റെ മുന്നിലോട്ട് പോകുന്നത് ശരിയായ കാര്യമല്ല. അങ്ങയ്ക്ക് വേണ്ടി ഞാൻ പോരാടും. ഞാനിന്ന് അർജുനനെ തടഞ്ഞു നിർത്തുന്നതായിരിക്കും, അങ്ങ് പിന്നോട്ടേക്ക് പോയാലും എന്ന് പറഞ്ഞു. സാക്ഷാൽ ദ്രോണാചാര്യർക്ക് എന്നും പാണ്ഡവർ പുത്രതുല്യന്മാരായിരുന്നു. അദ്ദേഹം പുത്രനെ പോലെ തന്നെ പാണ്ഡവരെ എല്ലാവരെയും സംരക്ഷിച്ചു പോന്നിരുന്നു. ദ്രോണാചാര്യർക്ക് മാത്രമല്ല, അങ്ങേക്കും അശ്വത്ഥാമാവെ, അങ്ങേക്കും പാണ്ഡവർ പ്രിയങ്കരൻ തന്നെയായിരുന്നു. അവർക്ക് വേണ്ടി അങ്ങ് എന്തും ചെയ്യും. ഇന്നീ പോരാട്ടത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഇതാണ്, അങ്ങ് ശക്തി കുറച്ചാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷേ എൻ്റെ ദൗർഭാഗ്യമായിരിക്കും. അങ്ങ് ഇങ്ങനെ പോരാടുന്നത് കൊണ്ട് തന്നെ എൻ്റെ പടയാളികളെല്ലാം മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അർജുനൻ അവരെ മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങൊരാൾ, അശ്വത്ഥാമാവെ, അങ്ങൊരാൾ വിചാരിച്ചാൽ ദേവതകൾക്ക് പോലും യുദ്ധഭൂമിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങൊന്നും മെനക്കെട്ടിറങ്ങിയിരുന്നെങ്കിൽ ഈ കേകയന്മാരും ശൃഞ്ജയന്മാരും സോമകന്മാരും പാഞ്ചാലരും പാണ്ഡവരും ഒന്നും ഇവിടെ കാണത്തില്ല. ഈ സൈന്യത്തിന് മുഴുവനും അശ്വത്ഥാമാവെ അങ്ങയ്ക്ക് ഒറ്റ ഒരാൾക്ക് നശിപ്പിക്കാൻ കഴിയും. എന്നിട്ടും അങ്ങ് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? അങ്ങയ്ക്ക് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, എനിക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട സമയമാണ്. പെട്ടെന്നത് ചെയ്താലും എന്ന് ദുര്യോധനൻ പറഞ്ഞു. അതായത് എങ്ങനെയാണോ ദ്രോണരടുത്തും ഭീഷ്മരടുത്തും ചെന്ന് ദുര്യോധനൻ സംസാരിക്കുമോ അതുപോലെ അശ്വത്ഥാമാവിൻ്റെ അടുത്തും സംസാരിച്ചു. തല മറന്ന് എണ്ണ അയക്കുമെന്ന് പറയുമല്ലോ, ആളറിയാതെ സംസാരിക്കുമെന്ന് പറയുമല്ലോ, അതുപോലെ സംസാരിച്ച്. കാരണം ദ്രോണരും ഭീഷ്മരും കൊടുത്ത പോലത്തുള്ളൊരു മറുപടിയല്ല അശ്വത്ഥാമാവ് കൊടുക്കുന്നത്. അശ്വത്ഥാമാവ് ക്ലിയർ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് കൊടുക്കാൻ പോണത്. അശ്വത്ഥാമാവ് പറഞ്ഞു, അല്ലയോ ദുര്യോധന, അങ്ങ് പറഞ്ഞത് സത്യം തന്നെയാണ്. അവരെനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. അതുപോലെ ഞാനും എൻ്റെ പിതാവും അവർക്ക് പ്രിയപ്പെട്ടവരുമാണ് എന്നും പറഞ്ഞത് യുദ്ധഭൂമിയിൽ ഈ അശ്വത്ഥാമാവിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമല്ല. അത് അശ്വത്ഥാമാവിൻ്റെ യുദ്ധത്തെ ഒരിക്കലും ബാധിക്കുന്നില്ല. പോരാടാൻ അശ്വത്ഥാമാവ് ഇറങ്ങിയാൽ പോരാടുക തന്നെ ചെയ്യും. അങ്ങ് പറഞ്ഞത് ശരിയാണ്. ക്ഷണനേരം കൊണ്ട് കർണനും ശല്യർക്കും കൃപാചാര്യർക്കും എനിക്കും കൃതവർമാവിനുമെല്ലാം പാണ്ഡവരുടെ സേനയെ മുടിച്ചു തരാൻ പറ്റും അങ്ങ് പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ ക്ഷണനേരം കൊണ്ട് അർജുനന് ഈ കൗരവപ്പടയെ മുഴുവനും തകർക്കാൻ കഴിയും. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നമ്മളിവിടെ ഉള്ളതുകൊണ്ട് അർജുനന് ക്ഷണനേരം കൊണ്ട് തകർക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ അർജുനൻ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ക്ഷണനേരം കൊണ്ട് അവരെ തകർക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെ തേജസ്സിനോട് ഏറ്റുമുട്ടുമ്പോഴത്തേക്കും ശമിക്കുന്നുവോ അതുപോലെയാണ് ഈ യുദ്ധഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങ് പറയുന്നത് പോലെ ഇവിടെ ആരും ശക്തി കുറച്ച് പോരാടുന്നില്ല. എല്ലാവരും അവരുടെ കഴിവിൻ്റെ പരമാവധി തന്നെയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. അത് പാണ്ഡവരും അതെ, കൗരവരും അതെ. സത്യസന്ധമായ ഒരു കാര്യം ഞാൻ പറയാൻ ദുര്യോധന, അർജുനൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം പാണ്ഡവപ്പടെ ക്ഷണനേരം കൊണ്ട് അവസാനിപ്പിക്കുക എന്നങ്ങ് പറയുമല്ലോ, അത് നടക്കത്തില്ല. ദുര്യോധന, നീ ഒരു ധിക്കാരിയാണ്. അതുപോലെ തന്നെ നിൻ്റെ കൂടെയുള്ളവരെടുത്ത് നിനക്ക് എപ്പോഴും സംശയമാണ്. ഇവിടെ നിൻ്റെ എന്നിട്ട് ഞാൻ ഇവരെ എല്ലാവരെയും തീർക്കുന്നത് നീ കണ്ടോ? അങ്ങനെ അശ്വത്ഥാമാവിന് ദേഷ്യം വരുന്നു. എന്നിട്ട് അശ്വത്ഥാമാവ് പറഞ്ഞു, നീ ഇവിടെ നിന്ന് നോക്കിക്കണ്ടുള്ളൂ ദുര്യോധന, ഈ വരുന്ന ഒറ്റ ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടത്തില്ല. പാഞ്ചാലരാകട്ടെ, സോമകരാകട്ടെ, കേകയരാകട്ടെ, പാണ്ഡവരാകട്ടെ, ഏത് സേന വന്നാലും ആ സേനയെല്ലാം ഈ അശ്വത്ഥാമാവ് ഇവിടെ നിന്ന് തകർത്ത് വിടുന്നതായിരിക്കുമെന്നും പറഞ്ഞ് ദുര്യോധനൻ്റെ രഥത്തെയും കഴിഞ്ഞ് അശ്വത്ഥാമാവിൻ്റെ രഥം മുന്നിലോട്ട് പോകുന്നു. അലമുറയിട്ട് അലറി വിളിച്ചുകൊണ്ട് പാണ്ഡവപ്പടയിലെ കേകയന്മാരും സോമകന്മാരും പാഞ്ചാലരും പാണ്ഡവപ്പടയും തലച്ച് ഒളിച്ചുകൊണ്ട് വരികയാണ്. ഉടനെ തന്നെ അശ്വത്ഥാമാവ് ഗുരുപുത്രൻ ആകാശം പ്രകമ്പനം കൊള്ളിക്കുന്നത് പോലെ ഉറക്കെ അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു, വീരന്മാരെ, മഹാരഥന്മാരെ, ഇന്ന് കൗരവപ്പടയിലുള്ള മറ്റ് യോദ്ധാക്കളല്ല നിങ്ങളുടെ ലക്ഷ്യം. ദ്രൗണിയുടെ ഈ നെഞ്ചാണ് നിങ്ങളുടെ ലക്ഷ്യം.
എൻ്റെ ശരീരത്തിലേക്ക് അസ്ത്രമേ, എന്നെ കൊള്ളിക്കാൻ നിനക്കൊക്കെ ധൈര്യമുണ്ടെങ്കിൽ, സാമർഥ്യമുണ്ടെങ്കിൽ കൊള്ളിക്കാൻ നോക്ക് എന്നും പറഞ്ഞ് അശ്വത്ഥാമാവ് വില്ലും മുറുക്കി പിടിച്ച് ഇങ്ങനെ നിന്നു. എല്ലാവരും അശ്വത്ഥാമാവിന് നേരെ ഒരേപോലെ തന്നെ അസ്ത്രങ്ങൾ അയച്ചു. അശ്വത്ഥാമാവ് വന്ന അസ്ത്രങ്ങളെയും ആയുധങ്ങളെയും എല്ലാം തൻ്റെ കൈവഴക്കം കൊണ്ടും അസ്ത്രപ്രയോഗങ്ങൾ കൊണ്ടും അറുത്തു മുറുക്കി അങ്ങിട്ടു. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ആ വന്നു കയറിയ അത്ര പടയെയും തകർത്ത് വിടാൻ തുടങ്ങി. ആദ്യം തന്നെ ആ പടയിലുണ്ടായിരുന്ന 8 വീരന്മാരെ അശ്വത്ഥാമാവ് അസ്ത്രം ചെയ്ത് വധിച്ചു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരെയും അശ്വത്ഥാമാവ് വധിച്ചിങ്ങനെ വീഴ്ത്തിയപ്പോഴത്തേക്കും പാഞ്ഞു കയറി വന്ന പാണ്ഡവപ്പടയും പാഞ്ചാലരും കേകയരും സോമഹരുമെല്ലാം തിരിച്ചോടാനൊരുങ്ങി. അശ്വത്ഥാമാവിൻ്റെ മുന്നിൽപ്പെട്ട ഒരു ജീവനോടെ ഇരുന്നില്ല. അശ്വത്ഥാമാവിൻ്റെ അസ്ത്രത്തിൻ്റെ ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ, ആ റേഞ്ചിനപ്പുറത്തേക്ക് അവർ ഓടിപ്പോകാനായി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. കാരണം ഒരെണ്ണത്തിനെ വെറുതെ വിട്ടില്ല. ഇത് കണ്ടിട്ട് സഹിക്കാനാകാതെ പാണ്ഡവരുടെ സർവ്വസൈന്യാധിപനായിട്ടുള്ള ദൃഷ്ടദ്യുമ്നൻ അവിടെ പാഞ്ഞെത്തി. എന്നിട്ട് പറഞ്ഞു, അശ്വത്ഥാമാവെ, ഞാനൊന്നും തന്നെ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞ് അശ്വത്ഥാമാവിനെ ആക്രമിക്കാനായി തയ്യാറായി. ദൃഷ്ടദ്യുമ്നൻ്റെ കൂടെ 100 കണക്കിന് രഥങ്ങളുണ്ടായിരുന്നു. അശ്വത്ഥാമാവ് തൻ്റെ വില്ലുയർത്തി കുറേ അസ്ത്രങ്ങൾ വിടുന്നതും കേട്ടു. ദൃഷ്ടദ്യുമ്നൻ രഥങ്ങൾ തകരുന്ന ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ദൃഷ്ടദ്യുമ്നൻ്റെ കൂടെ വന്ന അത്ര രഥികളെയും അശ്വത്ഥാമാവ് അസ്ത്രമേത് വധിച്ചു വീഴ്ത്തി രഥവും തകർത്തേക്കുന്നു. ക്രോധത്തോടുകൂടി ദൃഷ്ടദ്യുമ്നനും അശ്വത്ഥാമാവും പരസ്പരം ഏറ്റുമുട്ടാനൊരുങ്ങി. ശരവർഷം കൊണ്ട് ദൃഷ്ടദ്യുമ്നൻ അശ്വത്ഥാമാവിൻ്റെ മർമ്മം പിളർന്നുവെങ്കിൽ ഒരസ്ത്രത്തിന് പിന്നാലെ മറ്റൊരസ്ത്രമേത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ അസ്ത്രമേതുകൊണ്ട് ദൃഷ്ടദ്യുമ്നനെ ഭയാനകമായി അശ്വത്ഥാമാവ് മുറിവേൽപ്പിച്ചു. അങ്ങനെ പരസ്പരം പോരാടുന്നതിനിടയിൽ ദൃഷ്ടദ്യുമ്നൻ ഉറക്കെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അശ്വത്ഥാമാവെ, നിന്നെ ഞാൻ ഇപ്പോൾ കൊല്ലത്തില്ല. നിൻ്റെ മുന്നിലിട്ട് നിൻ്റെ പിതാവിനെ വധിച്ചതിന് ശേഷമേ ഞാൻ നിന്നെ കൊല്ലുകയുള്ളൂ. ഞാൻ അതിനുവേണ്ടി ജനിച്ചവനാണെന്ന് നീ അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ പോരാട്ടം അങ്ങ് മുറുകി തുടങ്ങിയപ്പോഴത്തേക്കും ചുറ്റിനുമുള്ള ആളുകൾക്ക് അത്ഭുതമായി, സർവോപരി ഭയവുമായി. കാരണം ഇത് എവിടോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വയ്യ. പരസ്പരം മുറിവേൽപ്പിക്കുന്നു, പരസ്പരം ആക്രമിക്കുന്നു. ദൃഷ്ടദ്യുമ്നൻ പലതരം അസ്ത്രങ്ങൾ അശ്വത്ഥാമാവിന് നേരെ പ്രയോഗിക്കുന്നു. അശ്വത്ഥാമാവിൻ്റെ ക്രോധം കൂടിയിട്ട് ദൃഷ്ടദ്യുമ്നന് പ്രഹരങ്ങളുണ്ടാകുന്നു. അസ്ത്രങ്ങൾ കൊണ്ടൊരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കുന്നു. അങ്ങനെ ഗംഭീര പോരാട്ടം. അങ്ങനെ ഈ പോരാട്ടം കൂടിക്കൂടി വന്നപ്പോൾ അശ്വത്ഥാമാവിന് ക്രോധം വന്നു. ആ ക്രോധത്തിൻ്റെ എഫക്റ്റ് കൊണ്ടാണോ എന്നറിയത്തില്ല, അശ്വത്ഥാമാവിൻ്റെ നെറ്റിയിലുള്ള ചൂടാമണിക്ക് കുറച്ചുകൂടി തിളക്കം കൂടിയതുപോലെ അവർക്ക് തോന്നി. ഉടനെ തന്നെ അശ്വത്ഥാമാവ് തൻ്റെ ശക്തമായ വില്ലുയർത്തിയിട്ട് ദൃഷ്ടദ്യുമ്നൻ്റെ നേരെ അലറി വിളിച്ചുകൊണ്ട് അസ്ത്രങ്ങൾ ചെയ്തു. ഒരസ്ത്രം പാഞ്ഞു വന്ന് ദൃഷ്ടദ്യുമ്നൻ്റെ കൊടി തെറിപ്പിച്ചു. മറ്റൊരസ്ത്രം പാഞ്ഞു വന്ന് ദൃഷ്ടദ്യുമ്നൻ്റെ കുട തെറിപ്പിച്ചു. ദൃഷ്ടദ്യുമ്നൻ്റെ സാരഥികളെയും കുതിരകളെയും വധിച്ചു. ദൃഷ്ടദ്യുമ്നൻ്റെ വില്ലും മുറിച്ചിട്ടു. എന്നിട്ട് അശ്വത്ഥാമാവ് ഞാണിങ്ങനെ വലിച്ചു പിടിച്ചുകൊണ്ട് ഉറക്കെ ദൃഷ്ടദ്യുമ്നെന്ന് വിളിച്ചു, ദൃഷ്ടദ്യുമ്ന, ഇത് കണ്ടോ എന്നും പറഞ്ഞ് ചുറ്റിനുമുള്ള 100 കണക്കിന് രഥികളെയും മഹായോദ്ധാക്കളെയും അശ്വത്ഥാമാവ് വധിച്ചു വീഴ്ത്തിക്കൊണ്ടിരുന്നു. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ദൃഷ്ടദ്യുമ്ന, ഇതുകൂടെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ദൃഷ്ടദ്യുമ്നനും അർജുനനും നോക്കി നിൽക്കവേ അശ്വത്ഥാമ അവിടെ ഉണ്ടായിരുന്ന ചില മഹായോദ്ധാക്കളെ വധിച്ചു വീഴ്ത്തി. ഈ ഒരു പോരാട്ടത്തിൽ അശ്വത്ഥാമാവിൻ്റെ മുന്നിൽ നിന്ന 1000 പാഞ്ചാലയെ അശ്വത്ഥാമാവ് തകർത്തു വിട്ടു. അങ്ങനെ അശ്വത്ഥാമാവിന് മുന്നിലേക്കെത്തിയ പാണ്ഡവപ്പടയെ അശ്വത്ഥാമാവ് പരാജയപ്പെടുത്തി. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് അശ്വത്ഥാമാവ് കൈകൾ 2 ദിശയിലേക്ക് ഇങ്ങനെ നീട്ടിയിട്ട് ഉറക്കെ അലറി. ആ ഒരു ഗർജനം സിംഹഗർജനം പോലെ അല്ലായിരുന്നു, ആകാശത്തിൽ ഇടിമുഴക്കം വരുന്നത് പോലെയായിരുന്നു. ആ ഒരു കാഴ്ച ശത്രുക്കളുടെ മനസ്സിൽ ഭയം ജനിപ്പിക്കുന്ന പോലെ ഒന്നായിരുന്നു. ഈ സമയത്ത് യുധിഷ്ഠിരനും ഭീമസേനനും കൂടെ അശ്വത്ഥാമാവിനെ വന്നു വളഞ്ഞു. അതേപോലെ തന്നെ ഈ സമയത്ത് യുദ്ധഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് ദ്രോണാചാര്യരും ദുര്യോധനനും കൂടെ പാണ്ഡവ പടയിൽ കയറി ആക്രമണങ്ങൾ തുടങ്ങി. ദ്രോണർ പാണ്ഡവരെയും പാഞ്ചാലരെയും എല്ലാം തകർത്തു വിട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാവരും ഈ പ്രകടനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സാത്യകി സോമദത്തെ ഞാണ് വലിച്ചു പിടിച്ച് നിൽക്കുന്ന നിൽപ്പ് കണ്ടു. സാത്യകി ഉടനെ തന്നെ തൻ്റെ സാരഥിയോട് സോമദത്തൻ്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. സോമദത്തൻ തന്നെ വധിക്കുമെന്നല്ലേ പറഞ്ഞത്, നോക്കാം. അങ്ങനെ ഇവർ 2 പേരും പരസ്പരം ഏറ്റുമുട്ടാനിറങ്ങി. എന്താണ് സംഭവിക്കാൻ പോകുന്നത് അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ